നാം ഈ വർത്തമാനകാലത്തിൽ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായിരിക്കുന്ന ചില ആലോചനകൾ. മുന്നറിയിപ്പുകളെ അവഗണിക്കാൻ പാടില്ലല്ലോ. ഈ 3 മുന്നറിയിപ്പുകൾക്കും ഒരു പ്രത്യേക വിശേഷ പദപ്രയോഗമുണ്ട്. അതെന്താണെന്നറിയാമോ? സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നുള്ളതാണ്. കുറിവാക്യത്തിലും ആ പദപ്രയോഗമുണ്ട്. സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 23-ാം വാക്യം ആരംഭിക്കുക. സൂക്ഷിച്ചുകൊള്ളുവീൻ, ഞാനെല്ലാം നിങ്ങളോട് മുൻപ് കൂട്ടി അറിയിച്ചിട്ടുണ്ടല്ലോ. ഒരടിക്കുറിപ്പ് കൂടെ തരാം, കുറിച്ചുകൊള്ളണം. ഈ മർക്കോസ് 13-ന്റെ 23-ാമത് വാക്യത്തോട് ചേർത്ത് പഠിക്കേണ്ട ഒരു വാക്യമാണ് യൂദായുടെ ഏകാധ്യായ ലേഖനം, അതിൻ്റെ 17-ാമത് വാക്യം. അപ്പം മർക്കോസ് 13-ന്റെ 23-ാം വാക്യവും യൂദായുടെ ലേഖനം 17-ാമത് വാക്യവും. എന്താ യൂദായുടെ ലേഖനം 17-ാമത് വാക്യം? അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ എന്നതാണ്. അത് മുന്നറിയിപ്പാണ്. അപ്പോൾ യേശു പറയുന്നു, ഞാൻ മുന്നറിയിച്ചിട്ടുള്ളതിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർത്തുകൊള്ളണം എന്ന് യൂദ തൻ്റെ ലേഖനത്തിൽ പ്രസ്താവിക്കുകയാണ്. മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൂടാ. നേട്ടങ്ങൾക്ക് വേണ്ടി, സമ്പാദനങ്ങൾക്ക് വേണ്ടി, സമാഹരണങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ നെട്ടോട്ടമോടുന്ന കൂട്ടത്തിലെ നമുക്ക് ഒത്തിരി തിരക്കുകളുണ്ട്. പലതിലും ചിലതിലുമൊക്കെ ആത്മീയ ശുശ്രൂഷയിലായാൽ പോലും തിരക്കുകൾ അനവധിയുണ്ട്. പക്ഷേ ഈ തിരക്കുകളുടെ ആ ഓട്ടപ്പാച്ചിലിനിടയിൽ ഈ മുന്നറിയിപ്പുകളൊന്നും അവഗണിക്കപ്പെട്ടു പോകരുത്. ആ മുന്നറിയിപ്പുകളെ ഒന്നും നമ്മൾ മറന്നു പോകാതിരിക്കേണ്ടതിന് ഇടയ്ക്കിടയ്ക്കൊക്കെ അത് നമ്മുടെ ഓർമ്മ മണ്ഡലത്തിലേക്കൊന്ന് ഉണർത്തുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ മഹായുഗത്തിൻ്റെ 2ാമത് രാത്രിയിൽ എന്നെ ഈ സന്ദേശം ഏൽപ്പിച്ച കർത്താവ് ഇങ്ങോട്ട് വിട്ടത്. അതിൽ സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒലിവുമല പ്രഭാഷണം. ഒലിവുമലയുടെ നെറുകയിൽ യേശു അന്തി ഉറങ്ങാൻ മിക്കപ്പോഴും പോകാറുണ്ട്. ശാന്തമായ അന്തരീക്ഷമാണെങ്കിൽ, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ യേശുവും കൂടെയുള്ള 12 പേരും കൂടെ അതിൻ്റെ നെറുകയിൽ ചെല്ലുന്നു. കയ്യിലുള്ള അത്താഴമൊക്കെ കഴിച്ചനന്തരം അവിടെ തന്നെ ഉറങ്ങുകയാണ് പതിവ്. അങ്ങനെ ഉറങ്ങാൻ ഒരു നേരം അവിടെ എത്തിയപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ വട്ടം കൂടിയിട്ട് പറഞ്ഞു, ഗുരു, ഇന്ന് പകല് അങ്ങയുടെ പ്രഭാഷണം ഗംഭീരമായിരുന്നു. ആലയത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് അങ്ങ് നടത്തിയ പ്രഭാഷണത്തിൽ ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്നും ഒക്കെ അങ്ങ് പറഞ്ഞില്ലേ? ഓ, അത് ഗംഭീരമായിരുന്നു. ഞങ്ങൾ അകപ്പാട് വരണ്ടു പോയി ഗുരു. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യമറിയാനുണ്ട്. എപ്പോഴാണ് അത് സംഭവിക്കുക? അങ്ങയുടെ മടങ്ങി വരവ് എപ്പോഴാണ് സംഭവിക്കുക? ഈ യുഗത്തിൻ്റെ അവസാനം എപ്പോഴാണ് സംഭവിക്കുക? എപ്പോൾ സംഭവിക്കുമെന്ന 3 കാര്യം അക്കമിട്ട് അവർ ചോദിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം. ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആയതുകൊണ്ട് യേശു പകല് ഈ വിശേഷമായ പ്രഭാഷണം നടത്തുമ്പോൾ ഈ 12 പുള്ളികളും ഉണ്ടല്ലോ, നിൽക്കുന്ന നിപ്പും പടുതിയൊക്കെ കണ്ടാൽ യേശുവിന് ട്യൂഷൻ എടുത്തത് അവരന്ന് തോന്നിപ്പോവും. ഇതെല്ലാം അവർക്കറിയാമെന്നുള്ള ഭാവത്തിലാണ് നെഞ്ചു വിരിച്ച് നിന്നത്. പക്ഷെ ഒന്നും മനസ്സിലായില്ല. കണ്ടത്തിൽ നിന്ന് കയറി വന്നവനും, തടി പിടിച്ച് വന്നവനും, കല്ലെടുത്തിട്ട് വന്നവനും, കിളച്ചിട്ട് വന്നവനും ഒക്കെ യേശുവിൻ്റെ പ്രഭാഷണം മനസ്സിലായി. അവർ അന്തം വിട്ട് നിന്നിട്ട് അവർ തന്നെ അതിനകത്ത് ഒരു നിരുപാധികമായൊരു അംഗീകരണം ഏറ്റെടുത്ത് മാനസാന്തരത്തിലേക്കാണ് പോയത്. പക്ഷേ ഈ വോളണ്ടിയേഴ്സായിട്ട് നിന്ന പല പുള്ളികൾക്ക് ഇതും മനസ്സിലായില്ല. നമ്മുടെ സഭയിലും നമ്മുടെ ദൈവദാസന്മാർക്കറിയാം, ഒരു പ്രഭാഷണമൊക്കെ സഭയുടെ മുമ്പിൽ നടത്താൻ ഒരാഴ്ച പണിപ്പെട്ട് പഠിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് കുറിച്ച്, ആദ്യം കുറിച്ചത് തെറ്റായിപ്പോയി, അത് ചുരുട്ടി കളഞ്ഞ് അടുത്ത പേപ്പറെടുത്ത് പിന്നെയും കുറിച്ച് കർത്താവെ കാത്തോണെന്നൊക്കെ പറഞ്ഞ് മേശയുടെ പുറകിൽ നിന്നൊരു പ്രസംഗം നടത്തുമ്പോൾ ചില പാപ്പച്ചനും കറിയച്ചനും അന്നമ്മയും ചിന്നമ്മയും ശോശാമ്മയും മേഴ്സിയും ഷൈനിയൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ പാസ്റ്റർക്ക് ട്യൂഷൻ എടുക്കുന്നത് അവരാ തോന്നിപ്പോകും. അവർ പഠിപ്പിച്ചതുപോലെ പാസ്റ്റർ പറയുന്നുണ്ടോ എന്ന് പ്രസംഗശാസ്ത്രത്തിന് മാർക്കിടാനിരിക്കുന്ന പോലെ ഇരുന്നു പോകും. എന്നാലും കൃപയാൽ ഞങ്ങളെ ഇതുവരെയൊക്കെ കർത്താവ് കൊണ്ടുവന്നു. എത്രയോ മുൻവിധികളുടെ കാട്ടിനകത്തൂടെ ഞങ്ങൾ ഒറ്റപ്പെട്ടു വന്നെന്നറിയാമോ? അതുപോലായിരുന്നു ഈ ശിഷ്യന്മാർ. അവർ ഗ്രഹിച്ചില്ല, എങ്കിലും യേശുവിനോട് ചോദിപ്പാൻ ശങ്കിച്ചു എന്ന് വായിക്കുന്നുണ്ട് ലൂക്കോസ് 9-ാം അധ്യായം. മനസ്സിലായോ? അത്രയ്ക്ക് ദുരഭിമാനമുള്ളവരായിരുന്നു അവർ. പക്ഷേ യേശുവിനെ ഒറ്റയ്ക്കന്ന് സന്ധ്യയ്ക്ക് കിട്ടിയപ്പം വിടാതെ ചോദിച്ചു, ഞങ്ങൾക്ക് അതൊന്ന് വിശദീകരിച്ച് തരണേ. അറിയാനുള്ള അദമ്യമായ ആഗ്രഹം അകതാരിൽ ഒതുക്കി വെച്ച തൻ്റെ വത്സല ശിഷ്യന്മാരുടെ ആഗ്രഹത്തിന് പൂർത്തി വരുത്തേണ്ടതിന് അവർക്ക് മാത്രമായി യേശു നൽകുന്നൊരു പ്രഭാഷണമാണ് മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. അതുകൊണ്ടതിനെ നമുക്ക് ഒലിവുമല പ്രഭാഷണം എന്ന് വിളിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ആ പ്രഭാഷണത്തിലെ 3 മുന്നറിയിപ്പുകൾ, സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന വിശേഷ പദമുള്ള
3 വാക്യങ്ങളെ ഞാൻ ഇനി വിശദീകരിക്കാൻ പോകുകയാണ്. അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വഴിത്താരയ്ക്ക് ദിശാബോധമാകാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഭയിൽ അംഗത്വമുണ്ട്, അപ്പോൾ തന്നെ ലോകത്തിലും അംഗത്വമുള്ള പാർട്ടികളുണ്ട്. അറിയാമോ? സഭയിലും അംഗത്വമുണ്ട്, ലോകത്തിലും. അങ്ങനെ ഇരട്ടത്താപ്പിൻ്റെ ആത്മീയത സൂക്ഷിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിച്ചു പോകരുത്. ആത്മീയതയുടെ, അതായത് പെന്തക്കോസ്തിൻ്റെ തനത് പൈതൃകമൊക്കെ നമുക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയതുപോലെയാണ്. ഇത് തുടങ്ങി വെച്ച കാലത്ത് ഇതിന് വെള്ളമൊഴിച്ചതിനെ നട്ട് വളർത്തിയത് ദൈവമാണ്. പക്ഷെ വളരേണ്ടതിന് അനുകൂല പരിസ്ഥിതികൾ, ജീവത്യാഗം, സകലത്യാഗങ്ങൾ ചെയ്ത് നമ്മുടെ പിതാക്കന്മാരെ എങ്ങാനും കർത്താവ് ഇമ്പങ്ങളുടെ പരദേശത്ത് ഇങ്ങോട്ട് വിടുകയാണെന്നേ, നിങ്ങൾ കൊട്ടാരക്കര വഴി അങ്ങനെ കേരളം വഴിയൊക്കെ ഒന്ന് പോയിട്ട് വാ, ഇപ്പോൾ സഭ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വന്ന് പറഞ്ഞ് വിട്ടാൽ അവർ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരത്തില്ല, ചാട്ടവാറും കൊണ്ടേ വരത്തുള്ളൂ. യേശു വന്ന ആലയത്തിലെടുത്ത ചാട്ടവാറും കൊണ്ടേ വരുവുള്ളൂ. ഒത്തിരി മാറ്റങ്ങൾ, ഗതിഭേദങ്ങൾ നമുക്ക് സംഭവിച്ചു പോയി. അതുകൊണ്ട് അന്ത്യകാലത്ത് എത്തി നിൽക്കുന്ന നമുക്ക്, അന്ത്യകാലത്തെന്നുള്ള പദത്തെ, ആ പ്രയോഗത്തെ ഞാൻ പിൻവലിക്കുന്നു. അന്ത്യകാലത്തിൻ്റെയും അന്ത്യനാഴികയിൽ എത്തി നിൽക്കുന്ന നമുക്ക്, മനസ്സിലായോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അത്രയും പീരീഡ് ഇല്ലെന്ന് തോന്നുന്നു. നമ്മളൊക്കെ പഠിച്ച കാലത്ത് 7 പീരീഡാണ്. 7ാം പീരീഡ് ഒത്തിരി സുഖമുള്ളൊരു പീരീഡാണ്, സന്തോഷമുള്ളൊരു പീരീഡാണ്. കാരണം രാമൻ പിയൂണ് കൂട്ടമണി അടിക്കുന്ന പീരീഡാണ് 7ാം പീരീഡ്. കൂട്ടമണി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബായ് ഉണ്ടോ? കറുത്ത റബ്ബറിട്ട പുസ്തകമൊക്കെ കെട്ടല്ലേ, അതെടുത്ത് വെച്ചുകൊണ്ട് ഇറങ്ങി ഒരൊറ്റ ഓട്ടമാണ്. ആ ഓട്ടം വീട് വരെ ഓടും. ഇതിനിടയ്ക്ക് ജനഗണമന അതിനായക ജയഹേ എന്നൊരു പാട്ട് പാടണം. അതിൻ്റെ അവസാനം ജയഹേ 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 എന്നൊരെടുപ്പുണ്ട്. ഓർമ്മയുണ്ടോ? അതൊക്കെ പിന്നെ ഓർമ്മയുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ കൈയൊക്കെ അങ്ങനെ സ്റ്റഡിയിലേക്ക് വട്ടിയായി നിന്നുകൊണ്ട് അങ്ങനെ ആണ് പാടും. നമ്മളങ്ങനൊന്നുമല്ല. ഈ അവസാനത്തെ ജയഹേ, ഒരു ജയഹേ ക്ലാസ് മുറിയിലും, ഒരു ജയഹേ വരാന്തയിലും, അടുത്ത ജയഹേ ഇടവഴിയിലുമാണ്. വീട്ടിലെത്താനുള്ള തിടുക്കമാണ്. കൂട്ടമണി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കില്ല, വീട്ടിൽ കോട്ടമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവസഭ ഇന്ന് 1ാം പീരീഡിലും 2ാം പീരീഡിലുമല്ല, 7ാം പീരീഡിലാണ്. കൂട്ടമണി കേൾക്കാനുള്ള പീരീഡിലാണ്. കൂട്ടമണിയുടെ അർത്ഥം എന്താണെന്നറിയാമോ? വീട്ടിൽ കയറിക്കോ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയുള്ള സംഘർഷങ്ങൾ, സമ്മർദ്ദങ്ങളെല്ലാം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയിക്കോ. നമ്മൾ വീട്ടിൽ ചേക്കേറാൻ പോവുകയാണ്. ആ വീട്ടിലേക്ക് പോകാനുള്ള നാഴിക അടുത്ത് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നുകൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതിന് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയുന്ന 3 പ്രയോഗങ്ങളെ ഞാനൊന്ന് വിശദീകരിക്കാം. കേൾക്കണം എൻ്റെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കുഞ്ഞനുജത്തിമാർ, കുഞ്ഞനുജന്മാർ, ജ്യേഷ്ഠ സഹോദരങ്ങൾ, ഒരുമിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ മുന്നറിയിപ്പുകളെ മുഴുവനും സൂക്ഷിക്കുന്ന ഒരാളായി തികഞ്ഞു നിന്നുകൊണ്ട് ഞാൻ പറയുകയല്ല, നിങ്ങളോടൊരുമിച്ച് എനിക്കും അതിൻ്റെ ആത്മീയ ആലോചനകൾ ലഭ്യമാകേണ്ടതിനുള്ള പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം. 1ാമത്തെ മുന്നറിയിപ്പ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ എന്തോ ചെയ്യണം? തെറ്റിപ്പോകാൻ സാധ്യതകൾ ഏറെയാണ്. യോഹന്നാന്റെ ലേഖനത്തിലുമുണ്ട്, കുഞ്ഞുങ്ങളെ തെറ്റിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നമ്മെ തെറ്റിച്ച് കളയുക, നമ്മെ തകർത്ത് കളയുക, നമ്മെ ഇല്ലാതെയാക്കുക, നമ്മെ പരിച്ഛേദം ചൂട് മുടിച്ചു കളയുക എന്ന ഒരു വലിയ ലക്ഷ്യബോധവുമായി പ്രവർത്തിക്കുന്ന പ്രതിയോഗിയുണ്ട്. അവൻ അല്പകാലമേ ഉള്ളൂ എന്ന് നമ്മളെക്കാൾ അധികം സമയബോധമുണ്ട്. അതുകൊണ്ട് വല്ല വിധേനയും ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള കച്ചകെട്ടിയുള്ള പുറപ്പാടാണ്. അതുകൊണ്ട് യേശു പറയുന്നു, ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്? തെറ്റിക്കരുത്. തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഞാൻ 1, 2, 3, 4 പറയാം. 1, കള്ളപ്രവാചകന്മാർ നമ്മളെ തെറ്റിച്ച് കളയുവാൻ സാധ്യതകളേറെയാണ്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം, വിവേചന ബുദ്ധിയുള്ളവരായിരിക്കണം. നാം കേൾക്കുന്നതിനെല്ലാം ആമേൻ പറയരുത്. അത് ദൈവശബ്ദമോ എന്ന് തിരിച്ചറിയുവാൻ വിവേചന ബുദ്ധി നമുക്ക് വേണം. 1. 2, ദുരുപദേഷ്ടാക്കന്മാർ നമ്മളെ തെറ്റിച്ച് കളയും. വാക്യങ്ങളെല്ലാം കൂടെ എടുത്ത് വായിപ്പിച്ചു പോകാൻ നേരമില്ല. ദുരുപദേഷ്ടാക്കന്മാർ കർത്താവ് പഠിപ്പിച്ചതോ വചനത്തിൽ ലിഖിതമാക്കിയതോ ആത്മനിയോഗത്താൽ നമുക്ക് ലഭ്യമായതോ അല്ല, വചനമല്ല. അതിന് വിരുദ്ധമായിരിക്കുന്ന വചനം കൊണ്ട് യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന, പുനരാഗമനത്തെ ചോദ്യം ചെയ്യുന്ന, വിശുദ്ധ ജീവിതത്തിൻ്റെ തനിമയെ അത്ര വേണ്ട എന്നൊക്കെ പഠിപ്പിക്കുന്ന, ഉപദേശത്തിനകത്ത് ലളിതവൽക്കരണം വരുത്തുന്ന, ആരാധനയെ ചോദ്യം ചെയ്യുന്ന, അന്യഭാഷയെ അധിക്ഷേപിക്കുന്ന ഒട്ടനവധി ദുരുപദേഷ്ടാക്കന്മാർ കനത്ത നിലയിലുണ്ട്. അവർ നമ്മളെ തെറ്റിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട് കാര്യത്തിൽ? അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നത്, അറിയുന്നത്, പഠിക്കുന്നത് നമ്മുടെ പിതാമഹന്മാർക്ക് വലിയ ഗ്രീക്ക് പരിജ്ഞാനമോ എബ്രായ ഭാഷാ പരിജ്ഞാനമോ ആംഗലേയ പരിജ്ഞാനങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അവർക്കുള്ള ഒരു പരിജ്ഞാനം ദൈവാത്മാവിൻ്റെ പരിജ്ഞാനമായിരുന്നു. ആ കാലഘട്ടത്തിന് വേണ്ടുന്നത് അവരിലേക്ക് ദൈവം പകർന്നു കൊടുത്തു. നമുക്കിവിടെ സെമിനാരികളും നമുക്കിവിടെ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ വന്നപ്പോൾ ഉപദേശത്തിനകത്ത് എന്തൊക്കെയോ തിരിമറികളും അവരവരുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് വെട്ടിമാറ്റലും വെട്ടിക്കേറ്റലുമൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ദുരുപദേഷ്ടാക്കന്മാർ നമ്മളെ തെറ്റിക്കാതിരിപ്പാൻ
സൂക്ഷിച്ചുകൊണ്ടേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ഒന്ന് കള്ളപ്രവാചകന്മാർ, 2 ദുരുപദേഷ്ടാക്കന്മാർ, 3 കള്ളക്രിസ്തുക്കൾ നമ്മെ തെറ്റിക്കും. അങ്ങുമിങ്ങുമായിട്ട് ഞാനാണ് ക്രിസ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദയം ചെയ്തിട്ടുള്ള നിരവധി ആളുകളുണ്ട്. മനസ്സിലായോ? ഇനിയും അതുപോലെ ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒട്ടനവധി ബുദ്ധിരാക്ഷസന്മാരുടെ ഉള്ളിലേക്ക് സാധാന്യ നിയോഗം കൊടുത്തിട്ട് ദൈവസഭയെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കള്ളക്രിസ്തുക്കളുണ്ട്. അത് നാം സൂക്ഷിച്ചുകൊണ്ടേ മതിയാകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോകാതിരിപ്പാൻ നാം സൂക്ഷിച്ചു കൊള്ളണം. വേറൊരു കാര്യം ഞാൻ പറയാം, ഈ ജഡം നമ്മെ തെറ്റിക്കുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള നമ്മുടെ ഈ ശരീരത്തെ ജഡം എന്ന് വിളിക്കുന്നുണ്ട് വേദപുസ്തകം. ജഡമെന്ന് പറയാൻ കാരണം പാപത്താൽ വീഴ്ച പറ്റിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇതിനകത്ത് ഉയർന്നു വരുന്ന പാപരാഗങ്ങളുടെ, വികാരങ്ങളുടെ, വിക്ഷോഭങ്ങളുടെ, ആസക്തികളുടെ, ഇതിനകത്തുള്ളതായിരിക്കുന്ന പ്രത്യേക ആവേഗങ്ങളുടെ ഒക്കെ ഒരു തനിമ നമ്മിലേക്ക് ഉയർന്നു വരുമ്പോൾ ആത്മീയത ഒരു വേള മറന്നിട്ട് അനാത്മീയതയിലേക്ക് മൂക്കുകുത്തുവാൻ സാധ്യതകളേറെയാ. അതുകൊണ്ട് ജഡം തെറ്റിക്കാതിരിക്കാൻ നാം സൂക്ഷിക്കണം. ഞാൻ തുറന്നൊന്ന് പറഞ്ഞോട്ടെ, കുഞ്ഞുങ്ങളൊക്കെ കേൾക്കണം. ഏത് നിയോഗ നിർബന്ധങ്ങളുടെ, ആസക്തികളുടെ, തൃഷ്ണകളുടെ മുൻപിലും നമ്മുടെ മാംസം ഉലയാതെ കാത്തോണം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഒട്ടനവധി പ്രൈസും വർഷിപ്പും ആരാധനയും അതും ഇതും അന്യഭാഷാ ഭാഷണമൊക്കെ നമുക്കുണ്ടാകാം. പക്ഷേ സങ്കീർത്തനം കൊണ്ട് വിപ്ലവ നായകനായ ഒരു ദാവീദുണ്ട്. അറിയാമല്ലോ, ദാവീദില്ലാത്ത യോഗമുണ്ടോ നമുക്ക്? സ്തോത്രം. സഭയുടെ സെക്രട്ടറി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും ദാവീദ് കൃത്യമായിട്ട് വരാറുണ്ട്. ദാവീദ്, ഏലിയാവ്, ഗോല്യാത്ത്, ശിംശോന് ഒക്കെ നമ്മുടെ സ്ഥിരം ഉപവാസ പ്രാർത്ഥനയുടെ സ്ഥിരം സന്ദർശകരല്ലേ. അപ്പോൾ ദാവീദിനെ നമുക്കറിയാം. സങ്കീർത്തനം കൊണ്ട് വിപ്ലവമുണ്ടാക്കിയ ദാവീദ് ഒരു വേള ഊരിയാവിൻ്റെ ഭാര്യയുടെ ശരീരശാസ്ത്രത്തിന് മുമ്പിൽ മാംസമുലഞ്ഞു പോയ മനുഷ്യനാണ്. മനസ്സിലാകുന്നുണ്ടോ? തിമ്നയിലും ദലീലയുടെ വീട്ടിലും മാംസത്തിന് ഉലച്ചില് പറ്റിയ, ഇടിവ് പറ്റിയ ഒരു മനുഷ്യനാണ് ഇസ്രായേലിൻ്റെ നസീർ വ്രതസ്ഥനായിരിക്കുന്ന ശിംശോൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ജഡം ചതിച്ചതാണ്. ദൈവം കൊടുത്ത ആ മാനുഷികമായ ശക്തിയുടെ, അത്യന്ത ശക്തിയുടെ, ദ എക്സലൻസി പവർ, ദ മൈറ്റി പവർ, ദ എക്സീഡിങ് പവർ, അവൻ പ്രാപിച്ച ശക്തിയെ ഏത് പദം കൊണ്ട് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അത്യന്ത ശക്തിയുടെ ആ വല്ലഭത്വം, ചാടി വരുന്ന സമൂഹത്തെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കീറിയെറിഞ്ഞു കളഞ്ഞവൻ, 300 കുറുക്കന്മാരെ ചേർത്ത് പിടിച്ച് വാലോട് വാൽ ചേർത്ത് വെച്ച് കെട്ടി പന്തം കൊളുത്തി പാടത്തേക്ക് പറഞ്ഞു വിട്ടവൻ. കുറുക്കനെ ശരിക്ക് കണ്ടിട്ടുണ്ടോ? കാഴ്ച ബംഗ്ലാവിലല്ലാതെ. അർദ്ധരാത്രിയുടെ നേരത്ത് ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ കൂകി വെളുപ്പിക്കുന്ന കുറുക്കനെ കാണാൻ പറ്റത്തില്ല. നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അവൻ അടുത്ത മല ചാടും. അങ്ങനെയുള്ള 300 എണ്ണത്തെ പിടിച്ചെന്ന് നമ്മുടെ ശരീരത്തെ കടിക്കുന്ന കൊതുകിനെ അടിച്ചു പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അടിയല്ല നമ്മുടെ ദേഹത്ത് കൊള്ളുക, കൊതുക് ഹൂന്നും പറഞ്ഞ് അത് പറന്നുപോയി. മനസ്സിലായില്ലേ? എന്നിട്ടും ഇവൻ ആ 300 എണ്ണത്തെ പിടിച്ചു. അപ്പോൾ അത് എന്നെ കരുത്താണെന്ന് നോക്കണേ. കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 എന്ന് പറഞ്ഞ് ശവക്കൂനകൾ തീർത്ത ശിംശോനെ മറക്കാനാവുമോ നമുക്ക്? ഒരു നഗര കവാടത്തെ അങ്ങനെ പിഴുതെടുത്ത് അടുത്ത മലയെ കൊണ്ട് നാട്ടി ഒറ്റയാൻ മനുഷ്യൻ കൂട്ടമായി വന്നല്ലെന്ന് ഒറ്റയാനായി ചെയ്ത കാര്യമാണ് ഇതല്ല. അപ്പോൾ അവൻ്റെ മേൽ പകർന്ന ശക്തി എന്തായിരുന്നത് തിരിച്ചറിയണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ശക്തിയുടെ വല്ലഭത്വം കൊണ്ട്, അവൻ്റെ ശരീരത്തിൻ്റെ ആകാര വടിവ് കൊണ്ട്, സൗന്ദര്യത്തിൻ്റെ ആ തികവ് കൊണ്ട്, മനസ്സിലായോ? ദൈവം പകർന്ന ജ്ഞാനത്തിൻ്റെ മികവ് കൊണ്ട് എല്ലാവർക്കും ഇവൻ കോമളനായിരുന്നു. ആരായിരുന്നെന്ന് അപ്പോൾ അതൊന്ന് പറഞ്ഞ്, കോമളൻ. സ്ത്രീകൾക്ക് ഇവൻ ഭയങ്കര ഹരമായിരുന്നു. ശിംശോൻ അന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഹീമാൻ, ഹൈമാൻ, സ്പൈഡർമാൻ, സൂപ്പർമാനൊക്കെ ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ആ നാട്ടിലെ ഒരു പഞ്ചായത്തിൻ്റെ പൊതുവകയായ സ്ത്രീയുടെ കട്ടിലെ ചേർത്ത് പിന്നെ കെട്ടുമ്പോൾ കോമളൻ എന്ന പദത്തിന് മാറ്റം വന്ന് കോമാളി എന്നായിപ്പോയി. അതിൻ്റെ തനിയാവർത്തനം പുനരാഗമനം കാത്തിരിക്കുന്ന നമുക്കാർക്കും ഉണ്ടാകാതിരിക്കാൻ യേശു പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. ഒരു സൗന്ദര്യവും, ഒരു കസേരയും, ഒരു പദവിയും നമ്മളെ വിശുദ്ധിയെയും, നമ്മുടെ വേർപാടിനെയും, നമ്മുടെ ആത്മീയതയുടെ അന്തസ്സിനെയും, ദൈവം കൃപയാൽ നമുക്ക് പകർന്നിട്ടുള്ള കോമളത്വത്തെയും പണയപ്പെടുത്താനാവാത്ത വിധം സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പിനെ ഏറ്റുകൊള്ളുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നു, ഇവിടെയുള്ള യൂത്ത്സിനോട്, 30 വയസ്സിൽ താഴെയുള്ളവരൊക്കെ എൻ്റെ മക്കളുടെ പ്രായമാണ്. എൻ്റെ മൂത്ത മകൻ ടോം സി എബ്രഹാം UK കാണുന്നുണ്ട്, മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പവർ വിഷനിലെ ഗായകനെ നിങ്ങൾക്കറിയാമായിരിക്കും. ടോം സി എബ്രഹാം 2 മാസമായതേ ഉള്ളൂ UK MDHൻ്റെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി പോയിട്ട്.
ഞാൻ പറഞ്ഞു വരുന്നത് 30 മുതൽ താഴേക്കുള്ളവരൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രായമാണ്. അതുകൊണ്ട് അപ്പൻ്റെ പിതൃതുല്യ സ്നേഹത്തോടെ ഞാൻ പറയാം, ഒരിക്കലും ആത്മീയത പണയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ നെഞ്ചകത്തിൽ സൂക്ഷിക്കേണ്ട മുന്നറിയിപ്പാണ് ആരും നിങ്ങളെ തെറ്റിക്കരുത് എന്നുള്ളത്. പഠനകാലത്തിലും ഉപരിപഠനകാലത്തിലും ഉപജീവനത്തിൻ്റെ വഴി തേടി ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന അയൽ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോസ്മോപൊളിറ്റൻ സിറ്റികളിലേക്കോ നിങ്ങൾ ചേക്കേറുമ്പോഴും മർക്കോസ് 13:5 മറക്കരുതേ മക്കളെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരമായി മാറണം. പാടുന്ന എൻ്റെ വാത്സല്യ മക്കളോടെല്ലാം ഞാൻ പറയുന്നു, 13:5 മറന്നിട്ടൊരു ജീവിതം വേണ്ട. മമ്മിമാർ ഒത്തിരി പേര് എന്നെ കേൾക്കുന്നു. ഇവിടെ ഇരിക്കുന്നൊരു വലിയ ജനക്കൂട്ടമുണ്ട്. നിങ്ങളുടെ തലയിലുള്ള ഈ ശിരോവസ്ത്രമുണ്ടല്ലോ, നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ തലയെന്ന് മാറിപ്പോകല്ലേ. അതിനുവേണ്ടി നിങ്ങൾ കണ്ണുനീരൊഴുക്കിക്കോണം. ഇവിടെ ഇരിക്കുന്ന പപ്പമാരോട് ഞാൻ പറയാം, നിങ്ങൾ സഭയ്ക്ക് വേണ്ടി നിലകൊണ്ടതും ദൈവദാസന്മാർക്ക് വിളമ്പാൻ കാണിച്ച ഉത്സാഹവും, പന്തലിടാൻ നിങ്ങൾ കാണിച്ച ഉത്സാഹവും, പോസ്റ്റർ ഒട്ടിക്കാൻ നോട്ടീസ് കൊടുക്കാൻ നിങ്ങൾ കാണിച്ച ഉത്സാഹവും, മാസയോഗത്തിന് എല്ലാവരും സാക്ഷി പറയുമ്പോഴും കഞ്ഞിയും കറിയും ഉണ്ടാക്കാൻ നിങ്ങൾ പുക അനുഭവിച്ച ആ വസ്തുതയൊക്കെ ഉണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ, മറന്നിട്ടില്ലല്ലോ. ഇതൊന്നും നിങ്ങളുടെ ആൺകുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ലെന്നൊരു ഗതികേട് ശമൂവേൽ കേട്ടതിൻ്റെ തനി ആവർത്തനം നമുക്കുണ്ടാകാതിരിപ്പാൻ ആരും നിങ്ങളെ തെറ്റിക്കരുത് എന്നുള്ള ആലോചന ഹൃദയത്തിൽ ഏറ്റുകൊള്ളണം. അത് അംഗീകരിക്കുന്നവർ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ആരാലും തെറ്റിപ്പോകരുത്. ഞാനീ പറഞ്ഞ താരങ്ങളെല്ലാം തെറ്റി മൂക്കുകുത്തി വീണുപോയവരല്ലേ. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി, ആത്മീയ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ എത്ര പേരുണ്ട്? അതിനകത്ത് പരാജയമടഞ്ഞ എത്ര പേരുണ്ട്? ഒരു വേളയെങ്കിലും മാംസമുലഞ്ഞുപോയ പല ആളുകളുണ്ട്. പക്ഷേ എഴുതപ്പെട്ട ലിഖിത നിയമങ്ങളില്ലാതിരുന്ന കാലത്ത്, വേദപുസ്തകം ധ്യാനിക്കാനൊരു പുസ്തകമില്ലാതിരുന്ന കാലത്ത്, ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ മുമ്പിൽ കുഴഞ്ഞാടി വന്ന ഒരു സൗന്ദര്യധാമത്തിൻ്റെ മുഖത്ത് നോക്കി അവൻ പറയുന്നു, ഹേ, നിന്നോട് ഈ ദോഷം ചെയ്തെൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. ആരാളെന്ന് മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ ആത്മഭാഗത്തുള്ള യോസഫ്. ജാതീയ രാജാവായിരിക്കുന്ന ഫറവോൻ പറയാ, ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുവനെ കണ്ടെത്തുമോ? ദൈവാത്മാവാകത്തുണ്ടെങ്കിലേ പാപത്തോടകന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. തെറ്റിപ്പോകാതെ, വീണുപോകാതെ, മൂക്കുകുത്തിപ്പോകാതെ, അബദ്ധങ്ങൾ ഉണ്ടാക്കാതെ, ആക്ഷേപമുണ്ടാക്കാതെ, ദൈവസഭയ്ക്ക് അപമാനമാകാതെ നിവരെ നിൽക്കാൻ കഴിയണമെങ്കിൽ പാട്ടിന്റെ താളാത്മകതയിലും അതിന്റെ ബഹളാത്മകതയിലും ആത്മാവ് പോരാ, നിന്റെ ആകത്ത് ആത്മാവ് വ്യാപരിക്കണം. ആത്മശക്തി ആകത്തുള്ളവനെ തെറ്റിപ്പോകാതിരിക്കുകയുള്ളൂ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ആരാധനകളൊക്കെ ബഹളാത്മകതയാണ് വല്ലതും, താളാത്മകതയാണ്. താളാത്മകതയും ബഹളാത്മകതയും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? സ്വത്രം. അത് നിങ്ങൾക്ക് എൻ്റെ ആശയം മനസ്സിലായല്ലോ. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ആരാധിക്കും. ഇതൊന്നും ഇല്ലെങ്കിലോ? ആരാധന കഴിഞ്ഞൊരു അമ്മമ്മ ഇങ്ങനെ വരിക, മരണ വീട്ടിൽ നിന്ന് വരുന്ന പോലെ. ഇപ്പോൾ വേറൊരു ആരാധനയും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്നൊരു അമ്മമ്മയും ഈ അമ്മമ്മയും കൂടെ തമ്മിൽ കണ്ടുമുട്ടി. എന്നാ പറ്റിയൊരു മൂഡ് ഓഫ് ആണല്ലോ. ആരാധനയും കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ മുഖം പാടിയിരുന്നാൽ എങ്ങനെയാ? എന്തോ പറ്റി? അപ്പോൾ ഈ അമ്മമ്മ പറയാം, മൂഡ് ഓഫായി വരുന്ന അമ്മ പറയും, എന്തോ പറയാനാ, ഇന്ന് ഞങ്ങളുടെ ആരാധനയ്ക്ക് ഒരു ഉണർവും ഇല്ലായിരുന്നു. അയ്യോ, അതങ്ങനെ വരാൻ സാധ്യതയില്ല, നിങ്ങളുടെ പാസ്റ്റർ മിടുമിടുക്കനല്ലേ, പിന്നെ അങ്ങനെ ആരാധനയ്ക്ക് ഉണർവില്ല. അയ്യോ, പാസ്റ്ററുടെ കുഴപ്പമല്ലെന്ന്, ആ കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നില്ല. ആ, എന്തിയാ കീബോർഡ് വായിക്കുന്ന ബ്രദർ പോയോ? കീബോർഡ് വായിക്കുന്ന ബ്രദർ ഇല്ലെങ്കിൽ ആരാധനയ്ക്ക് എന്തോ ഇല്ല, ഉണർവില്ല. അപ്പം ഉണർവൊക്കെ പ്രാപിച്ച് സന്തോഷത്തോടെ വരുന്ന അമ്മാമ്മ പറഞ്ഞു, സാരമില്ല, അടുത്ത ആഴ്ച പയ്യൻ വരും, ആരാധന ഉണർവാകും, സന്തോഷമായിട്ട് പോയിക്കാട്ടെ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി വിട്ടു. പിറ്റേ ആഴ്ച ഇവർ തമ്മിൽ അതേ കവലയെ വെച്ച് കണ്ടു. ഈ പുള്ളിക്കാരുടെ മുഖം വാടിയിരിക്കുക. അയ്യോ, ഇന്നും ഈ ആഴ്ച വന്നില്ലയോ മാമ ആ പയ്യൻ? അയ്യോ, അവൻ്റെ കുറ്റമല്ല, അവൻ വന്നായിരുന്നു, കഴിഞ്ഞ ആഴ്ച വരാഞ്ഞുകൊണ്ട് അവൻ ഈ ആഴ്ച നേരത്തെ വന്നു. പിന്നെ എന്നാ പറ്റി? മുഖം പാടി, ഇന്ന് ഈ ആഴ്ച ഞങ്ങൾക്ക് കറണ്ടില്ലായിരുന്നു. അപ്പം കീബോർഡ് വായിക്കാൻ ആൾ വന്നാലും പോരാ, എന്തോ വേണം. അപ്പം കീബോർഡിൻ്റെ വാതകൻ, പിന്നെ തമ്പേറ് തല്ലുന്ന പുള്ളി, ഇതെല്ലാം ഉണ്ടെങ്കിൽ കറണ്ടില്ലെങ്കിൽ പണിയൊന്നും നടക്കത്തില്ല. അപ്പം ഉണർവ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്തിനാന്ന് പറ? ഇതൊന്നുമില്ല,
പാടിയ പാട്ടിന് കൂട്ടത്തിൽ പാടാൻ ഒരാളില്ല, കൈയടിക്കാൻ ഒരാളില്ല. ഒറ്റയ്ക്കൊരു മുറിയിലാണെങ്കിലും ആത്മാവിൽ ആരാധിക്കാൻ കഴിയണമെങ്കിൽ ആ അഭിഷേകം നിന്റെ അകത്ത് വ്യാപരിക്കണം. അകത്ത് അഭിഷേകമുണ്ടെന്ന് ഉറപ്പുള്ളവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. അല്പസമയം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകത്തിന് വിരുദ്ധമായതൊന്നും ആരും നിങ്ങളെ തെറ്റിക്കരുത്. ജഡം നമ്മെ തെറ്റിക്കരുത്, ലോകം നമ്മെ തെറ്റിക്കരുത്. പിശാച് അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. പിശാച് നമ്മൾ എന്തോ ചെയ്യരുത്. അങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി പറയേണ്ടി വരും. എനിക്ക് ഈ കൺവെൻഷൻ ഒരുപക്ഷെ യൂത്തിന് വേണ്ടി മാത്രം മാറ്റേണ്ടി വരും. ഞാൻ അങ്ങനെ പോകുന്നില്ല, മടങ്ങി വരാം. അടുത്തൊരു ചിന്ത, ഒരു സ്പെഷ്യൽ നോട്ട്സ് ഞാൻ പറയട്ടെ. എൻ്റെ കർത്താവിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം, അതെൻ്റെ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യമാണ്. യേശുവിനെക്കുറിച്ച് പറയണമെന്നുള്ളത്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് പറഞ്ഞത് അപ്പോസ്തലന്മാരാരുമല്ല. എനിക്ക് ആ വാക്യത്തോടുള്ള പ്രണയം അതാ. അപ്പോസ്തലന്മാരാരുമല്ല അത് പറഞ്ഞു. പിന്നെ ആരാ പറഞ്ഞേ? കർത്താവാ പറയുന്നത്. അത് പറയാൻ കർത്താവിൻ്റെ യോഗ്യത എന്തുവാ? അതൊന്ന് ചിന്തിക്കാൻ നമ്മൾ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് കർത്താവ് പറയണമെങ്കിൽ കർത്താവ് തെറ്റിയിട്ടില്ലെന്നുള്ള അർത്ഥമാണല്ലോ. അതോ തെറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് കുറ്റബോധം കൊണ്ട് പറഞ്ഞാണോ? അല്ല, തെറ്റിപ്പോകാത്ത ഒരുവനാ പറഞ്ഞത്. കൊട്ടാരക്കര കേൾക്കണം. ഈ ശബ്ദം എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എത്രമാത്രം വിശാലതയിലേക്ക് ഇത് വിന്യസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാതോർക്കുന്ന ഇടവഴിയിലും പെരുവഴിയിലും അല്ലെങ്കിൽ ഈ ടൗണിൻ്റെ വിവിധ ഇടങ്ങളിൽ കാതോർക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, യേശുവിന് വേണ്ടി തൻ്റെ ഇടത്തോടെ നിൽക്കുന്നതിൻ്റെ കാരണം എൻ്റെ യേശു തെറ്റില്ലാത്ത ഒരുവനാണ്. ഞാൻ 1, 2, 3, 4 വാക്യങ്ങൾ വേഗം പറയാം, ശ്രദ്ധിച്ചോണം. ഓക്കെ, യേശുവിന് തെറ്റില്ല എന്നുള്ളതിന് മഹത്തരമായിരിക്കുന്ന ചില വാക്യങ്ങൾ പറയാം. 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. എല്ലാം കൂടെ വായിപ്പിക്കാൻ നേരമില്ല. 1 യോഹന്നാൻ 3:5 ഇങ്ങനെ പറയുന്നു, അവനിൽ പാപം ഇല്ല. അതിന് സ്വോത്രം പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. യേശുവിൽ പാപം ഇല്ലെന്ന് കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? യേശുവിൽ എന്തോ ഇല്ലെന്ന്? പാപം ഇല്ല. ലോകത്തിൽ വന്നവരെല്ലാം പാപം ഉണ്ടെച്ചാ. പാപമില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. അവതാര പുരുഷന്മാരും ദാർശനിക പ്രബോധകന്മാരും രാഷ്ട്രീയ വിചീഷണന്മാരും സാഹിത്യകാരന്മാരും നേതാക്കന്മാരും ഉലകത്തെ ഉരുക്കുമുഷ്ടി കൊണ്ട് ചമയ്ക്കാമെന്ന് വ്യഗ്രപ്പെട്ട വമ്പൻ വിപ്ലവകാരികളും എല്ലാം തന്നെ വിപ്ലവാശയങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ ഭയങ്കരമായി യുദ്ധം വിതച്ച നിരവധി ആളുകൾ, നാശം വിതച്ചിട്ടുള്ള നശീകരണത്തിൻ്റെ പിന്നിൽ ചരട് വലിച്ച വമ്പൻ താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ ഉള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? അവരൊക്കെ പാപമുണ്ടായിരുന്നു. പാപമില്ലാത്ത ഒരേ ഒരുവൻ നാം പ്രസംഗിക്കുന്ന, ആരാധിക്കുന്ന, പാടുന്ന, സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, പുകഴ്ത്തുന്ന നമ്മുടെ കർത്താവ് മാത്രമാണ്. അതിന് അഭിമാനം എത്ര പേർക്കുണ്ട്? കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞങ്ങ് സ്തുതിച്ചോണം, ഇതൊക്കെ പറഞ്ഞങ്ങ് ആരാധിച്ചോണം. മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് അങ്ങ് പാപമില്ലാത്തവനാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പം 1 യോഹന്നാൻ 3:5 മറക്കല്ലേ. പാപത്തെ നീക്കാൻ വന്നു കർത്താവ്. എന്നിട്ട് പറയുന്നു, ആ നീക്കാൻ വന്നവൻ്റെ ക്വാളിറ്റി പറയുകയാണ്, അവനിൽ എന്തോ ഇല്ല, പാപമില്ല. പാപമില്ലാത്തവനാണ് നമ്മളോട് പറയുന്നത് ആരും നിങ്ങളെ തെറ്റിക്കരുതെന്ന്. തെറ്റിലേക്ക് പോകാത്തവനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആ വാചകത്തിന് ആധികാരികതയുള്ളത്. ആ ഉപദേശത്തിന് അടിവരയിടേണ്ടത്. അതുകൊണ്ട് തെറ്റില്ലാത്തവൻ പറയുന്നു തെറ്റിപ്പോകരുത്. അടുത്തൊരു വാക്യം കേൾക്കണേ. അടുത്തൊരു വാക്യം, യേശുവിൻ്റെ ഔന്നത്യം, യേശുവിൻ്റെ ഉത്തുംഗ പ്രതാപം, യേശുവിൻ്റെ പ്രതാപ ഐശ്വര്യം എന്താണെന്നറിയാമോ? 1-ാമത്തെ വാക്യം ഇതാ. 2-ാമത്തെ വാക്യം കേൾക്കണം, അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. സ്വോത്രം. അതിന് അത്രയും വലിയ സ്വോത്രം മതിയോ? യേശു പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്ത ഒരു സിസ്റ്റത്തിൽ യേശുവിനെ ഇങ്ങോട്ട് വിട്ടെന്നല്ല, പച്ച മനുഷ്യനായിട്ടാണ് ഇങ്ങോട്ട് വിട്ടേ. എല്ലാ വികാര തീവ്രതകളും ഉള്ള ഒരു മാംസവുമായിട്ടാണ് യേശു ഇങ്ങോട്ട് വന്നത്. മനസ്സിലായി? നമ്മെപ്പോലൊരുവൻ, നമ്മെപ്പോലെ വിയർത്തവൻ, ദാഹിച്ചവൻ, ക്ഷീണിച്ചവൻ, നമ്മെപ്പോലെ ഉറങ്ങിയവൻ, ഉണ്ടവൻ, നമ്മെപ്പോലെ പടക് തുഴഞ്ഞവൻ, നമ്മെപ്പോലെ പദയാത്ര ചെയ്തവന് ഈ എല്ലാ വിധത്തിലും മനുഷ്യനായിരുന്നു. അവനിൽ പാപമില്ലായിരുന്നു എന്ന് മാത്രമല്ല, അവസരത്തിൻ്റെ ആനുകൂല്യം ഒത്തുകിട്ടിയിട്ടും പാപം ചെയ്തില്ല. എവിടെയാണ് വാക്യം? 1 പത്രോസ് 2:22 വാക്യമാണ്. 1 പത്രോസ് 2:22 കുറിച്ചോണം. അവൻ പാപമൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് വരുത്തിയിട്ടില്ല. എത്ര ഗംഭീരമാണ്! ഈ യേശുവിനെ പ്രസംഗിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ യേശുവിന് വേണ്ടി കെട്ടുതാലി പൊട്ടിച്ചതിനകത്ത് ഒരു തെറ്റുമില്ല. ഈ യേശുവിന് വേണ്ടി കുടുംബം പടിയടച്ച് പിണ്ണം വെച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ തൻ്റെ ഇടത്തോടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയ പലരും ഇവിടെയുണ്ട്. നിങ്ങൾ കാണിച്ചത് തെറ്റല്ല. യേശു പാപം ചെയ്യാത്തവൻ.
മൂന്നാമതൊരു ഒരു ചിന്ത കേൾക്കണോ? മൂന്നാമത്തെ ഒരു ചിന്ത, അവൻ പാപമൊന്നും അറിഞ്ഞിട്ടില്ല. എവിടെ വാക്യം? 2 കൊരിന്ത്യർ 5:21 2 കൊരിന്ത്യർ 5:21 പറയുന്നു, അവൻ പാപം അറിഞ്ഞിട്ടില്ല. സ്വതന്ത്രം പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? അവൻ പാപം എന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞിട്ടില്ല. അതേ വാക്യത്തിൽ തന്നെ പറയുന്നു, അവനെ, ആരെ? പാപമില്ലാത്തവനെ, പാപം ചെയ്യാത്തവനെ, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി ദൈവം പാപമാക്കുകയായിരുന്നു. ഹല്ലേലൂയ! കാൽവരിയിലെ പരമയാഗം, കാൽവരിയിലെ ഏകയാഗം, കാൽവരിയിലെ ദേഹയാഗം പാപമില്ലാത്ത ശരീരവുമായിട്ടാണ് ചെയ്തത്. മനസ്സിലായോ? ഊനമില്ലാത്ത, കുറ്റമില്ലാത്ത, കുറവില്ലാത്ത, വക്രതയില്ലാത്ത, ഒരശുദ്ധിയും തീണ്ടാത്ത, പവിത്രമായ, പരിപാവനമായ, അനന്യമായ, നീതിയായ, സംശുദ്ധമായ, സുതാര്യമായ, സുദൃഢമായ ഒരു ശരീരമാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നത്. അവൻ പാപം അറിയാത്തവനായി ഇരുന്നിട്ടും നമുക്ക് വേണ്ടി അവനെ പാപമാക്കുകയായിരുന്നു. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ! അപ്പം യോഹന്നാൻ പറഞ്ഞത്, പത്രോസ് പറഞ്ഞത്, പൗലോസ് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടു. ഇനി മത്തായിയുടെ സുവിശേഷത്തിന് എത്ര അധ്യായമുണ്ട്? പറ പെട്ടെന്ന് പറ. എത്ര? 28. മർക്കോസിനോ 16 അധ്യായം. ലൂക്കോസിനോ 21 അധ്യായം. ആണോ? 24 അധ്യായം. യോഹന്നാനോ 21 അധ്യായം. ആഹാ, ഇത്ര നീണ്ട ഗ്രന്ഥമാണ് അവരെഴുതിയത്. പക്ഷേ ഇവരുടെ കൂടെ നടന്നിട്ട് അവസാനം നാശയോഗ്യനായി 30 വെള്ളിക്കാശിന് ഗുരുവിനെ വിറ്റ് കാശാക്കിയ, കാശ് അനുഭവിക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും അങ്ങനൊരു മഹാപാതകം ചെയ്ത യൂദ ഒരൊറ്റവരി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. ഞാനതിന് കൊടുക്കുന്ന പേരാ ഒറ്റവരി സുവിശേഷം. മനസ്സിലായില്ലേ? ഒറ്റ വാചകത്തിലൊരു സുവിശേഷം. അതിനെ നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ല. ആ ഒറ്റവാചക സുവിശേഷം യേശുവിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് അവൻ പറയുന്നത്. സ്തോത്രം! വേറൊന്നും അവൻ പറയുന്നില്ല. യൂദയുടെ ഒറ്റവരി സുവിശേഷം മറക്കരുത്. മത്തായി 26:4 മത്തായി 26:4 കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തത്. യേശു അപ്പോൾ ആരായിരുന്നെന്നാണ് പറയുന്നത്? കുറ്റമില്ലാത്തവൻ. എത്ര പേർക്ക് പറയാൻ പറ്റും? കുറ്റമില്ലാത്ത യേശു. കുറ്റമില്ലാത്ത യേശുവാണ് നമുക്ക് തരുന്ന വലിയ നിർദ്ദേശം. ഈ പാപഭംഗിരമായ ലോകത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ, വക്രതയുടെ ലോകത്തിൽ, അധാർമികതയുടെ ലോകത്തിൽ, അസാൻമാർഗികതയുടെ ലോകത്തിൽ, അനാത്മികതയുടെ ലോകത്തിൽ നാം തെറ്റിപ്പോകാതെ ജീവിക്കണം. യേശു 33.5 വർഷം ജീവിച്ചിട്ടും ഒരു കുറ്റവും ഇല്ലാത്തവനായി ജീവിച്ചു എന്നാണ് യൂദാ സാക്ഷ്യപ്പെടുത്തുന്നത്. അടുത്തത് കേൾക്കണോ? ഒരു സഹോദരിയുടെ ഒരൊറ്റവരി സുവിശേഷമുണ്ട്. ഒരു സഹോദരി സുവിശേഷ ഗ്രന്ഥം എഴുതിയിട്ടില്ല, പക്ഷെ ഒരു ഒറ്റവരി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അതേത് സഹോദരിയാണ്? 26:19 നോക്കിക്കേ. മത്തായി 26:19. പീലാത്തോസിൻ്റെ ഭാര്യ വിവേകവതിയായിരുന്നു. അവൾ പീലാത്തോസിനെ ആളെ വിട്ടു പറയിക്കുന്നു, ആ നീതിമാന്റെ രക്തത്തിൽ എന്തോ ഉയരുത്. അപ്പോൾ യേശു ആരാന്നാ പുള്ളിക്കാർ പറയുന്നത്? നീതിമാന. ഈ ചിന്തകൾ അംഗീകരിക്കുന്ന എത്ര പേരുണ്ട്? കൊട്ടാരക്കരെ അംഗീകരിച്ചേ പറ്റൂ. ഞങ്ങൾ വർഷാവർഷം ഈ യോഗം നടത്തി നാട്ടുകാരുടെ ഉറക്കം കെടുത്താനല്ല, കാശുണ്ടാക്കാനല്ല. താങ്കൾ അറിയണം യേശുവിൻ്റെ മഹത്വം. യേശു, യേശു ക്രിസ്തു, ക്രിസ്തു, ക്രിസ്തു യേശു, യേശു ക്രിസ്തു, കർത്താവായ ക്രിസ്തു യേശു എന്നൊക്കെ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ആവലോടെ, ആവേശത്തോടെ, അതിശ്രേഷ്ഠമായിരിക്കുന്ന സ്നേഹത്തോടെ വിളിക്കുന്നതിൻ്റെ കാരണം അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ കുറ്റമില്ലാത്തവന്, അവൻ നീതിമാന്. ഇനി ഈ വാക്യങ്ങളെ എല്ലാം കൂടെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് പൂച്ചണ്ട് പോലെ ഒരു ബൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നിലയിൽ ഒന്ന് കെട്ടി നിർത്താൻ ഞാൻ ഒരു വാക്യം കൂടെ തരട്ടെ. ആ ഒരു വാക്യം കൂടെ മറന്നു പോകരുത്. ഈ തന്ന വാക്യം ഒന്നും മറക്കല്ലേ. ഇനി ഈ തരുന്ന വാക്യം ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ബൈൻഡസ് ടുഗദർ എന്ന് പറയുന്ന പോലെ ഒരുമിച്ച് ക്ലിപ്പിടാൻ പറ്റുന്നൊരു വാക്യമാണ്. യോഹന്നാൻ 8:46. യോഹന്നാൻ 8:46 യേശു ചങ്ക് വിരിച്ച് നിന്നുകൊണ്ട് നെഞ്ചുറപ്പോടെ തന്നെ വിമർശിക്കുന്ന, വിരോധിക്കുന്ന, വിദ്വേഷ മനോഭാവത്തോടെ നിൽക്കുന്ന, ഒടുക്കാൻ നിൽക്കുന്ന, ക്രൂശിക്ക എന്ന് നാളെ പാട്ടുപാടാൻ പോകുന്നവനെ കൊന്നുകളക എന്ന് ആക്രോശിക്കാൻ, ആക്രന്ദനം മുഴക്കാൻ നിൽക്കുന്ന ജനസമക്ഷം നിന്നുകൊണ്ട് എൻ്റെ യേശു ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ഹല്ലേലൂയ! ആ യേശു മതി എനിക്കെന്ന് ഉറപ്പുള്ളവരെ കരമൊന്ന് ഉയർത്തിക്കേ. ഈ യേശുവിനെ മതി, വേറൊന്നും വേണ്ട എനിക്ക്. ഈ യേശുവിനെ വിട്ട് ഞാൻ പോകില്ല. പാട്ട് ലീഡ് ചെയ്ത മോൻ മുമ്പേ പറഞ്ഞില്ലേ? എന്ത് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പോളികാർപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ? സ്വത്രം തീപ്പന്തവുമായി വന്ന പടയാളി പറഞ്ഞു, ഒറ്റ വാക്യേശുവിനെ തള്ളിപ്പറയാമെങ്കിൽ ഞാൻ ഈ ചിതയ്ക്ക് തീ കൊളുത്തത്തില്ല. അദ്ദേഹം പറഞ്ഞത് വാചകം ചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവിനെ തള്ളിപ്പറയാനോ? എനിക്ക് സുഹൃത്തെ 84 വയസ്സുണ്ട്. ഈ 84 വയസ്സ് വരെ എനിക്കൊരു ദോഷവും ചെയ്യാത്ത യേശുവിനെ ഞാൻ തള്ളിപ്പറയില്ല. ആമേൻ.
നമുക്കും ആ വാചകം ഏറ്റുപറയണം. നമ്മുടെ ആയുസിൻ്റെ നാളുകൾ മുഴുവനും രക്ഷിക്കപ്പെട്ട അന്ന് മുതലല്ല, അമ്മയുടെ ഉദരത്തിൽ ആയിരുന്ന പിണ്ണാകാരമായിരുന്ന അന്നു മുതൽ, ഉദരത്തിൽ നമ്മെ എടുത്ത അന്നു മുതൽ, കണ്ടോ, 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക അമ്മ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അകത്ത് നമ്മളായിരുന്നു. പിന്നെ പുറത്തു വന്ന അന്നു മുതൽ അമ്മയുടെ നെഞ്ചകത്തിൻ്റെ ചൂട് തന്ന് നമ്മെ വളർത്തിയ ആ കാലം മുതൽ അമ്മയുടെ സംരക്ഷണം, അപ്പൻ്റെ സംരക്ഷണം മാത്രമല്ല, അതിലുപരി വിശേഷമായൊരു കരുതൽ നമുക്കുണ്ടായിരുന്നു. ഇന്ന് എത്തി നിൽക്കുന്ന ഈ പ്രായത്തിൻ്റെ ഈ അളവ് വരെ ഒരു ദോഷവും നമുക്ക് ചെയ്യാത്ത ഒരുവനെ തള്ളി പറഞ്ഞിട്ട് ഇവിടെ അതിലും വലുത് വേറൊന്നും നേടാനില്ലെന്ന് ഈ യേശുവാണ് മഹത്തായ നിക്ഷേപം. ആ യേശു നമ്മോട് പറയുന്നു, ആരും നിന്നെ തെറ്റിക്കരുത്, ആരും നിന്നെ തെറ്റിക്കരുത്. ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് തന്നെ തെറ്റിക്കാൻ പിശാച് നേരിട്ട് അടുത്തത് അറിയാമോ? മത്തായി 4:1, ലൂക്കോസ് 4:1 പരീക്ഷകൻ അടുത്ത് വന്നതാ. പക്ഷേ തെറ്റിപ്പോയില്ല യേശു. തെറ്റിപ്പോയോ? കൂട്ടത്തിലുണ്ടായിരുന്ന സൗന്ദര്യധാമ സ്ത്രീകളുണ്ടായിരുന്നു, മഗ്ദലക്കാരത്തി മറി അടക്കമുള്ള ആളുകൾ. ഒരിക്കലും എൻ്റെ യേശു എൻ്റെ മാംസം ഉലഞ്ഞിട്ടില്ല. അറിയാമോ? അവസരത്തിൻ്റെ ആനുകൂല്യം യേശു മുതലെടുത്തിട്ടില്ല. വിശുദ്ധി, വിശ്വസ്തത, വിനയം, എളിമ, താഴ്മ, സൗമ്യത, ശാന്തത, നൈർമല്യത, നിഷ്കളങ്കത ആദിയായതെല്ലാം തനത് നിലയിൽ സൂക്ഷിച്ച് നമുക്ക് മാതൃകയായി നിന്നിട്ട് പറയുന്നു, തെറ്റിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചോണം. ഹല്ലേലൂയ. അത് പറയാൻ ഉലകത്തിൽ യോഗ്യൻ യേശു മാത്രമാണെന്ന്. യേശു മാത്രമാണ് അതിൻ്റെ യോഗ്യത. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ പൊന്നു കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. യോഗ്യനായവൻ പറയാണ്, യോഗ്യമായി ജീവിച്ചോണം. ആരും നിങ്ങളെ എന്തോ ചെയ്യരുത്, തെറ്റിച്ച് കളയരുത്. ഹല്ലേലൂയ. 5-ാം വാക്യത്തെ ഞാൻ അങ്ങനെ അങ്ങ് വിടട്ടെ. ഇനി 9-ാം വാക്യം വരിക. 9-ാമത് വാക്യത്തിലേക്ക് വന്നേ. 9-ാം വാക്യത്തിൽ നമ്മളോട് കർത്താവ് പറയുന്നൊരു കാര്യം, നിങ്ങൾ നിങ്ങളെ തന്നെ എന്തോ ചെയ്തോണം. അതിൻ്റെ ആശയമൊന്ന് വേറെയാ. നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന പദപ്രയോഗങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം, ദൈവപ്രസാദ യോഗ്യമായി ജീവിക്കാനായി സൂക്ഷിച്ചോണം. നമ്മുടെ രാത്രികളിലും പകലുകളിലും ഇടവഴിയിലും പെരുവഴിയിലും നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത ചലനങ്ങളിലും, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നമ്മളിൽ ആര് പ്രസാദിക്കണം? ദൈവം പ്രസാദിക്കണം. കേൾക്കുന്നില്ലാത്തതുകൊണ്ടാണോ സ്വത്രം പറയാത്തത്? നമ്മളിൽ ആര് പ്രസാദിക്കണം? ദൈവത്തിന് നമ്മോട് പ്രസാദമാണോ ഇല്ലയോ എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അല്ല, അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? ദൈവപ്രസാദം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. ദൈവത്തിന് നമ്മളോട് പ്രസാദമാണോ നീരസമാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. അതൊരു വലിയ അപകടം പിടിച്ച ഇടപാടാണ്. എന്നുവെച്ചാൽ രാവിലെ കട്ടൻ കാപ്പിയും കൊണ്ട് വരുന്ന ഭാര്യയോട് വല്ലതും ഒന്ന് ചോദിച്ചു നോക്കിയേ. പുള്ളിക്കാരി മറുപടി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം പുള്ളിക്കാരിയുടെ മൂഡ് ശരിയാണോ അല്ലയോ എന്ന്. നീ അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു വല്ലതും, പിന്നെ വീട്ടിൽ ഇരിക്കുന്ന ഞാൻ എങ്ങനെ അറിയുന്നത്, നിങ്ങൾ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പുള്ളിക്കാരി ഇന്ന് അത്ര നല്ല മൂഡിലല്ല. കട്ടൻ കാപ്പി കൊടുത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ചായനോട് നിങ്ങൾ ചോദിക്കുക, കാപ്പി അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു നോക്കിയേ. പുള്ളി പറയുന്ന മറുപടിയുടെ താളം കേൾക്കുമ്പോൾ, ഈണം കേൾക്കുമ്പോൾ അറിയാം അച്ചായൻ ഇന്ന് നല്ല മൂഡിലല്ലെന്ന്. മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മമ്മി ഒറ്റയ്ക്ക് അടുക്കളയെ പെരുമാറിക്കൊണ്ടിരിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അത് ഇതുമെല്ലാം ഉണ്ടാക്കണമല്ലോ. ഒറ്റയ്ക്ക് അവിടെ നിന്ന് പണിയുമ്പോൾ, മമ്മി എൻ്റെ മാത്സിൻ്റെ ബുക്ക് കണ്ടായിരുന്നോ എന്ന് ചോദിച്ച് അടുക്കളയിലോട്ട് ചെല്ലുന്ന മോടെ നേരെ ചട്ടുവും കൊണ്ട് നിൽക്കുന്ന മമ്മിയെ കാണുമ്പോൾ മോക്ക് മനസ്സിലാവും മമ്മിക്ക് ഇന്ന് നല്ല മൂഡ് അല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളോട് ഇഴയടുപ്പമുള്ളവരുടെ ഭാവരൂപ പ്രകൃതം കാണുമ്പോൾ അവരുടെ മൂഡ് നമുക്ക് മനസ്സിലാവും. പക്ഷേ ദൈവത്തിന് നമ്മോടുള്ള മൂഡ് എങ്ങനെ മനസ്സിലാകും? ഭയങ്കര പാടാണ്. അതിന് ഞാനൊരു വാക്യം തരാം. 95-ാം സങ്കീർത്തനം 10-ാം വാക്യം പറയുന്നു, 40 ആണ്ട് എനിക്ക് തലമുറയോട് നീരസമായിരുന്നു. എത്ര ആണ്ട? 40 ദിവസമല്ല, 40 മാസമല്ല, 40 വർഷം എന്തായിരുന്നു? നീരസമായിരുന്നു. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. 40 വർഷം നീരസമായിരുന്നെങ്കിലും ഒറ്റ ദിവസം പോലും മന്ന മുടക്കിയില്ല ദൈവം. ഒറ്റ ദിവസം പോലും വെള്ളം കൊടുക്കാതിരുന്നില്ല. ഒറ്റ ദിവസം പോലും അവരെ വെയിൽ കൊള്ളിച്ചില്ല. മേഘത്തിൻ്റെ കുട പിടിച്ച് അവരെ നടത്തിയത്. ഒറ്റ ദിവസം പോലും രാത്രിയിൽ അവർക്ക് കറണ്ട് കെട്ടുണ്ടായിരുന്നില്ല. വെളിച്ചത്തിലാണ് നടത്തിയത്. അവരിലൊരു ബലഹീനനും ഉണ്ടായിരുന്നു. കറണ്ട് കെട്ടില്ലെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലായോ? എന്തിനാണ് നടത്തിയവരെ? അഗ്നിപ്രകാശത്തിലാണ്. കേരളത്തിലെ കറണ്ടിനെ കുറിച്ചൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. വഴിവക്കി നിന്നുകൊണ്ടൊരു നല്ല മഴ കറണ്ടിനോട് ചോദിക്കുക, വരുന്നോ എൻ്റെ കൂടെ? അയ്യോ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി അന്നേരം പോയി. പിന്നെ എപ്പോൾ കയറി വരുമെന്ന് നമുക്കൊരു പിടിയില്ല.
ഒരു നല്ല കാറ്റ് വന്ന് വിളിക്കുക കറണ്ടിനോട്, ഹലോ എൻ്റെ കൂടെ വരുന്നോ, ഞാൻ ഈ വഴിയല്ല ഇങ്ങനെ വിലസാൻ പോവുക, വരുന്നോ എന്ന് ചോദിച്ചാൽ കറണ്ട് അന്നേരം ഇറങ്ങിപ്പോകും ട്രാൻസ്ഫോമറിൽ നിന്ന്. പിന്നെ ഇത് എപ്പോൾ വരുമെന്നുള്ള ഒരു പിടിയില്ല. പക്ഷേ 40 കൊല്ലം ദൈവം നടത്തിയിട്ട് കറണ്ട് കെട്ടുണ്ടായില്ല. അത്രയ്ക്ക് ഗംഭീരമായി നടത്തി. അവരിലൊരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അവർ കുത്തി നടന്ന വടി ഒടിഞ്ഞു പോയില്ല, അവരുടെ ചെരുപ്പ് പഴകിപ്പോയില്ല, അവരുടെ വസ്ത്രം തേഞ്ഞു പോയില്ല എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ഒരു ശത്രുരാജാവിനും ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ആരെ ഇസ്രായേലിനെയോ? അല്ല, നീരസമുള്ള ജനത്തിന് ദൈവം ഇത്രയും സംരക്ഷണം കൊടുത്തെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമുക്ക് എന്തോ കൊട്ടാരക്കര കുഴപ്പം, ആയൂരെന്തോ നമുക്ക് കുഴപ്പം, വേങ്ങൂരെന്തോ നമുക്ക് കുഴപ്പം, വാളകത്തെന്തോ കുഴപ്പം, നമ്മളിതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്ന നമുക്ക് എന്തോന്നാ കുഴപ്പമെന്ന്. വിദേശ കറൻസി ഇല്ലേ, റുപ്പീസ് മാത്രമല്ല, റിയാല്, ദിർഹം, ദറംസ്, ഡോളർ, യൂറോ, പൗണ്ട്, ഇതെല്ലാം നമുക്കില്ലേ? ഉണ്ടല്ലോ. നീണ്ടു പരന്ന് കിടക്കുന്ന ഭൂമിക നമുക്കില്ലേ? സ്വന്തം തണ്ടപ്പേരിൽ തീരെഴുതി കിട്ടിയ ഭൂമിക എത്രയുണ്ട് നമുക്ക്? മക്കളൊക്കെ വിദേശത്തല്ലേ? ഇതെല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന് എന്നോടങ്ങ് ഭയങ്കര പ്രണയമാണെന്നാണ്. പെന്തക്കോസുകാരനില്ലാത്ത നല്ല വീടും പറമ്പും ഒക്കെ പെന്തക്കോസ് അല്ലാത്തവന് ദൈവം കൊടുത്തിട്ടുണ്ട്, അറിയാവോ? അവരുടെയൊക്കെ വീട് നമ്മുടെ വീടും കണ്ടാൽ അവരുടെ വീടിൻ്റെ ഔട്ട് ഹൗസ് ആണോ നമ്മുടെ വീടെന്ന് തോന്നിപ്പോവും. അതുപോലെ വമ്പൻ വീടുകളുണ്ട്. അതുകൊണ്ട് വീടും കാറും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളും കണ്ടുകൊണ്ട് ദൈവത്തിന് പ്രസാദമാണെന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് നീരസമുള്ളവനും ദൈവം ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രസാദം എന്ന് പറയുന്നത് വേറൊന്നാണ്. 1 കൊരിന്ത്യർ 10:5 വാക്യം വായിക്കണം. അവരിൽ മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാവരും തെറ്റിപ്പോയി. മരുഭൂമിയിൽ തെറ്റിപ്പോയി. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, മന്നയ്ക്ക് വേണ്ടിയല്ല മരുഭൂമിയിലൂടെ വരുന്നത്. മന്നയ്ക്ക് വേണ്ടിയല്ല മരുഭൂമിയിലൂടെ നടക്കുന്നത്. ആണോ? വെള്ളം കുടിക്കാൻ വേണ്ടിയാണോ മരുഭൂമിയിലൂടെ നടക്കുന്നത്? കാടപ്പക്ഷിയെ തിന്നാൻ വേണ്ടി, ഇറച്ചി കാടിച്ചു വലിക്കാൻ വേണ്ടിയാണോ മരുഭൂമിയിലൂടെ നടക്കുന്നത്? അല്ല. മരുഭൂമിയിലൂടെ നടക്കുന്നവൻ്റെ ആത്യന്തിക ലക്ഷ്യം, ദ അൾട്ടിമേറ്റ് പർപ്പസ്, കനാനിലെത്തുക എന്നുള്ളതാണ്. നമുക്ക് ആ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദൈവത്തിന് നമ്മിൽ പ്രസാദമില്ലെന്ന് പഠിച്ചോണം. നിത്യതയെന്നൊരു ദർശനം. പ്രാർത്ഥിച്ച ദൈവദാസൻ പ്രാർത്ഥിച്ച വാചകം കേട്ട് കോരിത്തരിച്ചു പോയി. നിത്യതയുടെ പ്രത്യാശ ഞങ്ങളിൽ മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളിൽ ഒന്നുകൂടെ തിളക്കമാക്കി തരണമേ. അതാണ് ആന്തരിക ദാഹം, അതാണ് ഒരു ആത്മീകന്റെ ദർശനം. അപ്പോൾ കനാനിലെത്തുക എന്നുള്ള ലക്ഷ്യം മറന്നിട്ട് വഴിമാറിപ്പോയവൻ, തെറ്റിപ്പോയപ്പോൾ ദൈവം അവരിൽ പ്രസാദിച്ചില്ലെങ്കിൽ വണ്ടിയും കാറും വസ്തുവും സ്ഥലവും പദവിയും കസേരയൊക്കെ കാലങ്ങളായി അനുഭവിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമാണെന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് നമ്മിൽ പ്രസാദമാകുന്നത് വേറെ ചില നടപടികളാണ്. നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ടു പോകാതെ, പുനരാഗമനത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതെ, ക്രിസ്തുവിന് പകരക്കാരായി നിൽക്കുവാനുള്ള ആ മഹനീയമായ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ 9 വാക്യത്തിന് പറയുന്നത്, ദൈവപ്രസാദം ലഭിപ്പാൻ നാം നമ്മെ തന്നെ എന്തോ ഇതോണം സൂക്ഷിച്ചുകൊള്ളണം. അടുത്തത് ക്രിസ്തു കേന്ദ്രീകൃതമാകാൻ. 1, ദൈവപ്രസാദത്തിന് വേണ്ടി നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. 2, ക്രിസ്തു കേന്ദ്രീകൃതം. ദൈവമക്കൾ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. ക്രിസ്തുവും നാമും തമ്മിലുള്ള ബന്ധം നോട്ട് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതല്ല, ബട്ട് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ കൂടെയല്ല നമ്മളാരും. പുറയിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ കൂടെയല്ല, പിന്നെ എവിടെയാ? ക്രിസ്തുവിൽ ആണ്. ദൈവപ്രസാദം എന്നുള്ളതിന് വാക്യം വേണമെങ്കിൽ കുറിച്ചു. 1 തെസ്സലോനിക്കർ 4:1 വാക്യമാണ്. 1 തെസ്സലോനിക്കർ 4:1. ഒടുവിൽ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങളെങ്ങനെ നടക്കണം എന്നറിഞ്ഞുകൊള്ളുക. അവൻ നമ്മുടെ നടപ്പ് അഥവാ ജീവിത നടപടിയാണ് ദൈവപ്രസാദം നമ്മിലേക്ക് വരിക. ദൈവപ്രസാദമില്ലെങ്കിൽ വഴിമരണം സംഭവിക്കും, വഴിയിൽ പട്ടുപോകും. വഴിയിൽ പട്ടുപോയ കൂട്ടത്തിൽ മോശയുണ്ട്, അറിയാമോ? വമ്പൻ നേതാവ്, രാഷ്ട്രശില്പി മോശ വഴിയിൽ പട്ടുപോയ ആളാ, വഴിമരണം സംഭവിച്ചയാളാ, കനാനിലെത്തിയില്ല. മുതിർന്ന പ്രവാചികയായിരുന്ന വർഷിപ്പ് ലീഡറായിരുന്ന മിരിയാം അപ്പുറത്ത് പോയില്ല. മനസ്സിലായോ? പ്രഥമ ആചാര്യനായിരുന്ന ആഹരോൻ കനാനിൽ പോയില്ല, വഴിയിൽ വീണുപോയി. ദൈവപ്രസാദം കിട്ടിയില്ലെങ്കിൽ വഴിയിൽ വീഴും. അത് വരാതിരിക്കേണ്ടതിന് അങ്ങെത്തണം നമുക്ക്. അതിന് ദൈവപ്രസാദം അനിവാര്യമാണ്. നിങ്ങളുടെ കണ്ണാടി പോരെങ്കിൽ അല്പം കൂടെ പവറുള്ളൊരു കണ്ണാടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. തരാം. 11-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മിരിയാമിൻ്റെ പേരൊന്ന് കട്ടിത്തരാമോ? റാഹാബ് എന്ന വേശ്യയുടെ പേരുള്ള 11-ാം അധ്യായം. പലവരും വീണെഴുന്നേറ്റ് ഏറ്റവും ഒടുവിൽ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവശക്തി വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെട്ട ശിംശോൻ്റെ പേരുള്ള അധ്യായത്തിൽ അഹരോൻ്റെ പേരില്ലെന്ന്. മനസ്സിലാകുന്നുണ്ടോ? നേതാവാകുന്ന ഒന്നുമല്ല കാര്യം, ഉന്നത സ്ഥാനീയരാകുന്ന ഒന്നുമല്ല കാര്യം, അങ്ങ് എത്തുന്നതാണ് കാര്യം.
നമ്മളിവിടെ കാണിച്ച ഹൈലൈറ്റ് ഒന്നുമല്ല കാര്യം, ഇന്നലെ എന്ത് ചെയ്തു എന്നുള്ളതല്ല കാര്യം, അങ്ങ് എത്തുമോ എന്നുള്ളതിനെ കുറിച്ച് ഉറപ്പ് വേണം. അതിന് ദൈവപ്രസാദം ഉണ്ടാകണം. ഈ ഡിസ്ട്രിക്ട് കൺവെൻഷനിലൂടെ നിത്യതയുടെ ദർശനത്തിന്റെ ഒരു വലിയ കാഴ്ചപ്പാട് നമ്മുടെ അകത്തെത്തട്ടെ. വഴിമരണം സംഭവിക്കരുത്. ഹല്ലേലൂയ. അടുത്തത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. വാക്യം എഴുതിക്കോ. 1 യോഹന്നാൻ 2:28. 1 യോഹന്നാൻ 2:28 പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന്, അവൻ്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനോട് കൂടെ വസിക്കാനല്ല, പിന്നെ അവനിൽ വസിപ്പി. Dwell in him. ക്രിസ്തുവിൽ. ക്രിസ്തുവിലെ വാസമെന്ന് പറയുന്നത് അനുഗ്രഹീതമായ ആത്മീയതയുടെ വേറൊരു അനുഭവമാണ്. ക്രിസ്തുവിൻ്റെ കൂടെയാ പലരും. അങ്ങഷ്ടമണി ഉമ്മച്ചൻ്റെ കാലം മുതൽ ഞങ്ങളെല്ലാം പെന്തക്കോസ്തിലെന്നൊക്കെ പറഞ്ഞ് പാരമ്പര്യത്തിൻ്റെ പഴക്കമുള്ള കഥകൾ പറയുന്ന ആളുകളുണ്ട്. തുരുമ്പിച്ച കഥ. അതുകൊണ്ടൊന്നും കാര്യമില്ല. ക്രിസ്തുവിനോട് കൂടെയാണോ, ക്രിസ്തുവിൽ ആണോ എന്നുള്ളതറിയണം. ക്രിസ്തുവിൽ ആയിരിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താ? ക്രിസ്തുവിൻ്റെ സമാധാനം, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ഇതെല്ലാം അവരിലേക്കങ്ങ് വ്യാപരിക്കും. അതാണ് ക്രിസ്തുവിൽ ആയവർ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ നിന്ന് എന്തോ ഇത് പോകരുത്, മാറിപ്പോകരുത്. ഞാനൊരു വാചകം പറയാം, കുഞ്ഞുങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാം, യൂത്ത്സ് കേൾക്കാൻ വേണ്ടി പറയാം. ടു ബി മോർ ലൈക്ക് ജീസസ്. ടു ബി മോർ ലൈക്ക് ജീസസ്. നമ്മൾ ആരെ പോലെ ആകണമെന്ന്? ആരെ പോലെ? യേശുവിനെ കട്ടിക്കൊടുക്കുന്നവരാകട്ടെ. നമ്മുടെ ആത്മീയ ജീവിതം യേശുവിനെ കട്ടിക്കൊടുക്കാൻ കഴിയണം. യേശുവിൻ്റെ വിശുദ്ധി, വിശ്വസ്തത, വിനയം, എളിമ, താഴ്മ, യേശുവിൻ്റെ സഹനം, യേശുവിൻ്റെ ത്യാഗം, യേശുവിൻ്റെ ക്ഷമാശീലമൊക്കെ നമുക്ക് നമ്മിലൂടെ കട്ടിക്കൊടുക്കുവാൻ കഴിയണം. പാരവയ്ക്കുന്നതും ധാർഷ്ട്യമുള്ളതും ധിക്കാരമുള്ളതും താൻപോരിമയുള്ളതും അഹന്തയുള്ളതും അഹങ്കാരമുള്ളതും വെറുപ്പുള്ളതും വിമർശനമുള്ളതും വിരോധമുള്ളതും വിദ്വേഷമുള്ളതൊന്നും യേശുവിൻ്റെ ഭാവമല്ല. മനസ്സിലായില്ലേ? യേശുവിനെ കട്ടിക്കൊടുക്കുവാൻ നാം യേശുവിൽ ആയെങ്കിലേ പറ്റുകയുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? അതിന് നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ഞാനൊരു ആത്മീക ചിന്ത പറയട്ടെ, നിങ്ങളതിനെ ഡെവലപ്പ് ചെയ്യുക. ഞാനതിനെ വിശദീകരിക്കുന്നില്ല, സമയം ഓടിപ്പോകുന്നു എന്നുള്ളതുകൊണ്ട്. പൗലോസിൻ്റെ ദൈവശാസ്ത്രത്തിൽ തീക്ഷ്ണമായൊരു ചിന്ത താൻ പറയുന്നുണ്ട്. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? 1 കൊരിന്ത്യർ 15:46 വാക്യം. ഒന്നാമത് പ്രാകൃതം, പിന്നത്തേതിൽ ആത്മീയം. നമ്മളെല്ലാം ചിന്തിച്ച് വെച്ചിരിക്കുന്ന ആദ്യം ആത്മീയം, പിന്നെ പ്രാകൃതം. നോ, ആദ്യം പ്രാകൃതം ആൻറ്റി വരുന്നത്. മനസ്സിലായോ? ആത്മീകനിൽ ഒന്നാമത് പ്രാകൃതം. ഞാൻ പറയുന്നതല്ല, പൗലോസ് പറയുന്ന. അപ്പം നമ്മിലൊക്കെ ഒരു പ്രാകൃതൻ ഉണ്ടെന്ന് പഠിച്ചോണം. അത് സമയാസമയങ്ങളിൽ എന്തോ ചെയ്യും? എഴുന്നേറ്റ് വരും. ഒന്നാമത് പ്രാകൃതം. ഈ വെറുപ്പ്, വിദ്വേഷം, വിമർശനം, അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി നടത്തുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്നത്, കസേര വലിക്കുന്നതും കസേര കളിക്കുന്നതും കുത്തി ഒതുക്കുന്നതും ഒക്കെ ആ നമ്മളിലുള്ള ആ ഒന്നാമത്തെ പുള്ളി ആരാ? പ്രാകൃതനാണ്. മനസ്സിലായില്ലേ? ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ നേരത്ത് ആത്മീകൻ എഴുന്നേറ്റ് ഒന്ന് അനങ്ങിയൊക്കെ കാണിച്ചിട്ട് പിന്നെ അവിടെ ഇരിക്കും. പിന്നെ ഇരുന്ന് പെറുവിറുക്കുന്ന എല്ലാം ആരാ? പ്രാകൃതം തന്നെയാണ്. മനസ്സിലായല്ലോ? ആരാധനയ്ക്ക് ആത്മീകനും കമ്മിറ്റി കൂടുമ്പോൾ പ്രാകൃതനും. 2 അവസ്ഥകളാണെങ്കിൽ കുഴഞ്ഞത് തന്നെ. യേശുവിൽ നിങ്ങൾ എവിടെ നോക്കിക്കോ, കല്യാണ വീട്ടിലും ലാസറിൻ്റെ മരണ വീട്ടിലും ഗദരദേശത്തും പിന്നെ ബേത്ഫാഗയിലും ബഥാനിയിലും ബെഥസ്തയിലും പിന്നെ കെദ്രോനോട് കടക്കുമ്പോഴും ആലയത്തിൻ്റെ മുറ്റത്തിലും എല്ലായിടത്തും ചെല്ലുമ്പോൾ യേശുവിൽ ആത്മീകൻ മാത്രമേ വർക്കൗട്ട് ആകുന്നുള്ളൂ. പ്രാകൃതൻ യേശുവിൽ വരുന്നതേ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒന്നാമത് ആത്മീകമെന്ന് ഉള്ള അവസ്ഥ നമ്മൾ മനസ്സിലങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വചനം പറയുന്നത് ഒന്നാമത് പ്രാകൃതം. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കോപിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വിരൽ ചൂണ്ടുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വിമർശിക്കുന്നത്. ഭാര്യയോട് പോലും സംസാരിക്കുന്നതിനകത്തൊരു ദാക്ഷിണ്യമില്ലാതെ വരുന്നതിൻ്റെ കാരണം അത്. ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ മനുഷ്യൻ മിണ്ടിപ്പോകരുതെന്നൊക്കെ വല്ലാതെ ഭാവത്തിൽ പറയുന്ന പുള്ളികളെ കേട്ടിട്ടുണ്ടോ? എൻ്റെ പൊന്നെ. അതുകൊണ്ട് മനസ്സിലാക്കണം, ഒന്നാമത് എന്തോ ഉള്ളേ. പരിശുദ്ധാത്മാവെ ശക്തി വരുന്ന പാട്ട് പാടിയാൽ അമ്മാമ്മയെ പിടിക്കാൻ 4 പേര് വോളണ്ടിയർ പുറകെ നിന്നില്ലെങ്കിൽ ഹോളിന് വെളി തെറിച്ചു പോകും. ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ പുള്ളിയെ അറസ്റ്റ് ചെയ്ത് ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ പറയുന്ന കൂടെ കേൾക്ക്. പാസ ചോദിക്കുക, 2 പേരെ ഇരുത്തിക്കൊണ്ട് പാസ ചോദിക്കുമ്പം പാസ്റ്ററോടാണല്ലോ എന്നുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ അല്പം ഭാഷാ സൗന്ദര്യമൊക്കെ ഉപയോഗിച്ച് വളരെ ആദരവിൻ്റെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ അടുക്കളയിൽ നിന്നൊരു മഹോദരം ഇങ്ങോട്ട് വരുമല്ലേ. പാസേ അങ്ങനെ പറയുന്ന പോലൊന്നുമല്ല. പാസ് ഇങ്ങോട്ട് നോക്കി, ഞാൻ പറയാം. മനുഷ്യ മിണ്ടരുത്, ഞാൻ പറയാം. പാസ് കൺഫ്യൂഷനായി. അമ്മാമ്മയെ നോക്കണോ അച്ചായനെ നോക്കണോ?
ഇതിനിടയ്ക്ക് പുള്ളി വല്ലതും പറഞ്ഞു തുടങ്ങിയാൽ ആകപ്പാടെ കുഴപ്പമാണ്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാം. അല്ലെ തിരിച്ചും അങ്ങനെയുണ്ട്. ഭാര്യയെ നിശബ്ദമാക്കി ഭരിക്കുന്ന ആധിപത്യ വ്യവസ്ഥതയുടെ ചെങ്കോല് പിടിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം ഇതാ, ഒന്നാമത് പ്രാകൃതം. മനസ്സിലായില്ലേ? നമ്മിലുള്ള ഈ വിനയവും സ്നേഹവും താഴ്മയും എളിമയും സൗമ്യതയും ശാന്തതയും ചേർത്ത് നിർത്തുവാൻ, ഒരുമിച്ച് നിൽക്കാൻ ഒക്കെയുള്ള ആ സദ്ഗുണങ്ങൾ എവിടെയാണ് പ്രകടിപ്പിക്കപ്പെടുക? നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മിൽ കൂടുതൽ നേരം പ്രാകൃതത്വമാണോ അതോ ആത്മീയത്വമാണോ വർക്കൗട്ട് ആകുന്നത്? ഒന്നാമത് പ്രാകൃതമായതുകൊണ്ട് പലയിടത്തും പ്രാകൃത ഭാവത്തിലേക്ക് വരും. യേശുവിൻ്റെ ഭാവമല്ലത്. The same attitude which was in Christ Jesus. ക്രിസ്തുവിൻ്റെ അതേ ഭാവം, ക്രിസ്തുവിൻ്റെ അതേ ഭാവം എന്നുള്ളത് ഫിലിപ്പ് 2:5. ക്രിസ്തുവിൻ്റെ മനസ്സ് എന്നുള്ളത് 1 കൊരിന്ത്യർ 2:16. മനസ്സിലായോ? ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം 12:26. അതുപോലെ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല എന്നുള്ളത് റോമർ 8:9 ഈ വാക്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി പഠിക്കുമ്പോൾ നമ്മളിൽ ആര് വെളിപ്പെടണം? കമോൺ പറഞ്ഞേ, നമ്മളിൽ ആര് വെളിപ്പെടണം? ക്രിസ്തു വെളിപ്പെടണം. ക്രിസ്തു നമ്മിൽ വെളിപ്പെടുന്നത് ലോകം കാണണം. പുറത്തുള്ളവരുടെ മുമ്പിൽ നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയണം. ടു ദ സൊസൈറ്റി, ടു ദ ചേർച്ച്, ടു ദ ഫാമിലി നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരാകണം. നമ്മിൽ പ്രാകൃതത്വത്തോട് വിട പറയാൻ കഴിയണം, അടക്കണം. നമ്മുടെ ആത്മാവിൽ കന്മഷമില്ലാതെ, നമ്മുടെ ദേഹിയിൽ അശുദ്ധ വിചാരങ്ങളില്ലാതെ, നമ്മുടെ ദേഹത്തിൽ അന്ധകാരത്തിൻ്റെ വ്യാപനമില്ലാതെ നമുക്ക് നമ്മെ തന്നെ അടക്കാൻ കഴിയുക. ഉയർന്നു വരുന്ന ക്രിസ്തു പരിജ്ഞാനത്തിന് വിരോധമായ, ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായ സകല സങ്കല്പങ്ങളെയും പിടിച്ചെന്തോ ചെയ്യണമെന്നാ അടക്കണം. അങ്ങനെ നമ്മുടെ അനുസരണം തികഞ്ഞു വരണം. സ്തോത്രം. അതാണ് എക്സലൻസി ലൈഫ് എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ആ തേജസ്സിനെ നമ്മിലൂടെ പ്രദർശിപ്പിക്കുക. ഫിലിപ്പിയ ലേഖനം 1:20 നന്നായിട്ട് വായിച്ച് നോക്കിയാൽ ബോധം കെട്ടുപോകും നമ്മൾ. എനിക്ക് ബോധക്കേടുണ്ടായ വാക്യമാണ് ഫിലിപ്പിയർ 1:20. മനസ്സിലായോ? ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തുവിനെ എൻ്റെ ശരീരത്തിൽ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും എനിക്കെന്തോ ചെയ്യണം? മഹിമപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഒന്നിലും ലജ്ജിച്ചു പോകാതെ. ഒന്നിലും ലജ്ജിച്ചു പോകാതെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന റോളുകളിൽ ഒന്നിലും, നമുക്കൊന്നും ഒരു റോളല്ലെന്ന്, ഒത്തിരി റോളുകളുണ്ട്. ഒരു പുരുഷൻ ഭർത്താവാണ്, അപ്പം തന്നെ അപ്പനാണ്, അപ്പം തന്നെ വേറപ്പൻ്റെ മകനാ, വേറെ ആരുടെയോ ചേട്ടനാ, വേറെ ആരുടെയോ അനിയനാ, വേറെ കുറേ കുഞ്ഞുങ്ങളുടെ അങ്കിളാണ്, ചിറ്റപ്പനാ, ഉപ്പാപ്പനാ, മച്ചാനാ. മനസ്സിലായോ? അങ്ങനെ ഒരു റോളല്ല, ഒട്ടനവധി റോളുകളുണ്ട്. ഒരു സ്ത്രീ അമ്മയാണ്, അമ്മാവി അമ്മയാണ്, വല്യമ്മച്ചിയാ, മരുമകളാ, കണ്ടില്ലേ, ഭാര്യയാണ്, എത്ര റോള്, ആരുടെയൊക്കെ ആൻറ്റിയാണ്. ഈ റോളുകളിലെല്ലാം ആര് വെളിപ്പെടണം? കമോൺ പറഞ്ഞേ, ആര് വെളിപ്പെടണം? ക്രിസ്തു മാത്രം വെളിപ്പെടണം. അമ്മ എന്ന റോളിൽ ഓക്കെ, എന്നാ സ്നേഹമോ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ മോൾ എന്ന് പറഞ്ഞു അമ്മയുടെ റോള് ഭയങ്കരമാണ്. അപ്പൻ്റെ റോള് ഭയങ്കര. അമ്മാവി അമ്മ എന്ന റോള് വരുമ്പോഴെന്തായിരിക്കും? അമ്മാവി അമ്മ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം. ആരോടാ? മരുമോളോട് ചോദിക്കണം. അല്ല, നിങ്ങൾ എന്ന് ആദ്യം അവരുടെ മോളോട് ചോദിക്കാം അമ്മ എങ്ങനെ ഉണ്ടെന്ന്. മോളോട് ചോദിച്ചായിരുന്നു ഞങ്ങൾ. എന്തോ പറഞ്ഞു മോള്? അയ്യോ ഞങ്ങളുടെ അമ്മ തങ്കമ്മയെന്നാ പറഞ്ഞു, പൊന്നമ്മയെന്നാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാനിവിടെ കയറി വന്ന അന്ന് മുതൽ എനിക്ക് മനസ്സിലായത് അവരെപ്പോൾ ഒരു കല്ലമ്മ വേറെ ഇല്ലെന്ന്. തീയാണ് മൊത്തവും. അതിൻ്റെ കാര്യം, അടിസ്ഥാനപരമായ കാരണം എന്താണെന്നറിയാമോ? അമ്മ എന്ന റോളിൽ ക്രിസ്തു വെളിപ്പെടുന്നുണ്ട്, അമ്മാവിയമ്മ എന്ന റോളിൽ ആര് വെളിപ്പെടുന്നില്ല. ഇതന്നെയാണ് അപ്പൻ്റെ കാര്യത്തിലും, ഇതന്നെ അളിയൻ്റെ കാര്യം, നാത്തൂൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ റോളുണ്ടല്ലോ, ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയണം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഭാര്യ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം, ഭർത്താവ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. ദാമ്പത്യ ജീവിതത്തിൻ്റെ അനുഗ്രഹിതമായിരിക്കുന്നൊരു നടപടി അതായിരിക്കും. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ക്രിസ്തു തിളങ്ങി നിൽക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അടുത്ത മൂന്നാമതൊരു ചിന്ത കൂടെ കേട്ടോ. ആത്മനിയോഗത്തിൻ്റെ ജീവിതത്തിനായി നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. ആത്മനിയോഗം, ആത്മാവ് നടത്തണം നമ്മെ. മക്കളുമാർ കേട്ടെ, ദ സ്റ്റെപ്സ് ആൻഡ് ദ സ്റ്റോപ്സ് ആർ ഓർഡേഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. സ്റ്റെപ്സ്, നമ്മുടെ നിൽപ്പും നമ്മുടെ കുതിപ്പും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. എത്ര പേര് സ്വത്രം പറയും അതിന്? ആരെങ്കിലും പറഞ്ഞതുപോലെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ചുവട് വയ്ക്കുന്നത്, നമ്മൾ തുടങ്ങുന്നത്, നമ്മൾ നിർത്തുന്നത്, കണ്ടോ? ഇതെല്ലാം ആര് പറഞ്ഞിട്ടാകണം? ദൈവാത്മാവ്. വാക്യം കേട്ടോ, റോമർ 8:14, ഗലാത്യർ 5:25, റോമർ 8:14, ഗലാത്യർ 5:25. ഗലാത്യർ 5:25 പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച്
നടക്കണം. ദൈവാത്മാവെന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയാൻ മാത്രമല്ല, നമ്മുടെ സ്റ്റെപ്പ് എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, എപ്പോൾ വെക്കണം, ഏതുവഴി പോകണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരോടുകൂടെ ചെയ്യണം. ശുശ്രൂഷ വൃന്ദങ്ങൾ ശ്രദ്ധിച്ചോണം. ആത്മനിയോഗത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒറ്റയാൻ പരിപാടിയല്ല. ആത്മനിയോഗത്തിൻ്റെ ശുശ്രൂഷ, കർത്താവേ വാട്ട് ഷാൽ ഐ ഡു, വാട്ട് ഷാൽ ഐ ഡു, ഞാൻ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ ചെയ്യണം, ഞാൻ എങ്ങനെ ചെയ്യണം, കണ്ടോ, ഞാൻ ആരോടുകൂടെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം ആത്മാവിനോട് ചോദിച്ച് ആത്മാവ് പറയുന്ന നിയോഗം അനുസരിച്ച് ചെയ്യാൻ കഴിയണം. അതിന് നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. നമ്മുടെ സ്വാർത്ഥത നമ്മിൽ വന്നു കയറാതിരിക്കുക, നമ്മുടേതായിരിക്കുന്ന ആളത്വം മുതലെടുക്കാതിരിക്കുക, നമ്മളെ വേറെ ആരും വഴി മാറ്റാതിരിക്കുക, നാം നമ്മെ തന്നെ സൂക്ഷിച്ചോണം. ഒന്ന് രണ്ട് ചിന്തകളോട് അതുമായി ബന്ധപ്പെട്ട് പറയാം. നാം അധൈര്യപ്പെട്ടു പോകാതിരിക്കാൻ നമ്മെ തന്നെ സൂക്ഷിക്കണം. സുവിശേഷ വിരുദ്ധ ശക്തികൾ, ജനസംഘ ശക്തികൾ, സുവിശേഷകന്റെ രക്തത്തിനു വേണ്ടി പതിയിരിക്കുന്ന ആർഷഭാരത്, ഭിന്നമത രാഷ്ട്രീയ ജാതീയ സംസ്കാരങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന നമ്മുടെ രാജ്യം, മനസ്സിലായോ? ഈ രാജ്യത്തിനകത്ത് സുവിശേഷത്തിന് മാത്രം സ്ഥാനമില്ല എന്ന് വരുമാറ്. കേരളത്തിൽ കുറെ പ്രബുദ്ധ ജനത ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തത്. ഇവിടുന്ന് അങ്ങോട്ട് ചുരമിറങ്ങി അടുത്ത സംസ്ഥാനത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ മുതൽ ഭയാനകമായിരിക്കുന്ന നിലയിൽ അവിടുത്തെ ജനങ്ങൾ കഴിയുക. ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെയും കൂടെ ഒത്താശ ഉള്ളതുപോലെ തോന്നും ചില സംഭവങ്ങൾ കേട്ടാൽ, കണ്ടാൽ, അറിഞ്ഞാൽ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഒരു കാര്യം ഓർക്കുക, നമ്മൾ ആധൈര്യപ്പെടരുത്, നമ്മൾ ആ വിശ്വാസത്തിലായി പോകരുത്, നമ്മൾ ക്ഷീണിച്ചു പോകരുത്, അധൈര്യപ്പെടരുത്, നമ്മൾ ആ വിശ്വാസികളായി പോകരുത്, നമ്മൾ അശുദ്ധരായി പോകരുത്. ഇങ്ങനെയുള്ള ആശയങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നുള്ള ചിന്തയ്ക്കകത്തുണ്ട്. രണ്ട് കാര്യങ്ങൾ ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരും നിങ്ങളെ തെറ്റിക്കരുത്, ആരും നമ്മെ വീഴ്ത്തിക്കളയാനോ താഴ്ത്തിക്കളയാനോ ശ്രമിക്കും. പക്ഷേ അതിന് നിന്നുകൊടുക്കാതെ, അതിന് പണയപ്പെട്ടു പോകാതെ നമ്മുടെ വ്യക്തിത്വത്തെ കർത്താവുമായി ബന്ധിപ്പിച്ച് മുൻപോട്ട് പോകാൻ കഴിയണം. അതുപോലെ തന്നെ നാം നമ്മെ തന്നെ സൂക്ഷിച്ചുകൊള്ളണം. നമ്മെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതിന് ഏറ്റവും വിലപ്പെട്ട രണ്ട് ചിന്തകളോട് പറഞ്ഞ പോയിന്റ് ഞാൻ അവസാനിപ്പിക്കുക. അതെന്താണെന്നറിയാമോ? നമ്മൾ ശുശ്രൂഷകന്മാർ ഒത്തിരി പേരുള്ളത് കൊണ്ട് അവരോടായിട്ട് പറയാം, നമ്മൾ സാധാരണക്കാരല്ല, ക്രിസ്തുവിന് പകരക്കാരാണ്. 2 കൊരിന്ത്യർ 5:20 പറയുന്നു, ക്രിസ്തുവിന് പകരം ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവസഭയുടെ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകന്മാരെല്ലാവരും ശ്രദ്ധിക്കണം. ഞായറാഴ്ച സഭയുടെ പുൾപിറ്റിലെ മേശയുടെ പുറകിൽ നിന്ന് ശുശ്രൂഷ ലീഡ് ചെയ്യേണ്ടതും സങ്കീർത്തനം വായിക്കേണ്ടതും പ്രസംഗിക്കേണ്ടതും ക്രിസ്തുവായിരുന്നു. അതിന് പകരമാണ് താങ്കളെ ആക്കിയിരിക്കുന്നത്. കവലയിൽ പ്രസംഗിക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഗദരദേശത്തും ബേത്സയിലും ബേത്ഭാഗയിലും കാനാവിലും അവിടെയും ഇവിടെയും ഒക്കെ നിന്നുകൊണ്ട് പട്ടണ പ്രാന്തങ്ങളിൽ ഗ്രാമവീഥികളിലും ഇടവഴിയിലും പെരുവഴിയിലും മുക്കബലുകളിലും നാൽക്കബലുകളിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച ഒരു പരസ്യോഗ പ്രസംഗകനെ ഓർമ്മയുണ്ടോ? ആരാ? നമ്മുടെ നസറായൻ. ആ നസറായന് പകരമാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. മനസ്സിലായില്ലേ? കാർമ്മിക ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഓർത്തോണം, ക്രിസ്തുവിന് പകരമാണ്. ഇന്ന് എൻ്റെ ഭയം എന്താണെന്നറിയാമോ? എൻ്റെ പേടി എന്താണെന്നറിയാമോ? ഈ 2-ാം ദിവസം ഇവിടെ പ്രസംഗിക്കേണ്ടത് ക്രിസ്തുവാ, അതിന് പകരം ക്രിസ്തു എന്നെ അയച്ചതാണ്. അങ്ങനെ ഒരു ബോധം എന്നിലുണ്ടെങ്കിലേ എൻ്റെ ഉൽപ്പന്നത്തെ നന്നാക്കാൻ എനിക്ക് പറ്റൂ. ആ ബോധം എന്നിലുണ്ടെങ്കിലേ എനിക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറ്റൂ. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, മക്കളെ, ഇവിടെ നിന്നുകൊണ്ട് ഈ യൂണിഫോം ഇട്ട് പാടേണ്ടത് കർത്താവായിരുന്നു, അതിന് പകരം നിങ്ങളെ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനകത്ത് ഉത്തരവാദിത്വം സൂക്ഷിച്ചേ പറ്റൂ. ശുശ്രൂഷ ചെയ്യുന്നവരറിയണം, നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. കാരണം നാം ക്രിസ്തുവിന് പകരക്കാരാ. തൊഴിലുറപ്പിന് പോയാലും ഓഫീസ് ജീവനത്തിന് പോയാലും മറ്റു ഉയർന്ന ഉദ്യോഗത്തിന് പോയാലും നിങ്ങളവിടെ ക്രിസ്തുവിന് പകരക്കാരാണെന്ന ചിന്ത മറക്കല്ലേ ദൈവമക്കളെ. അതുകൊണ്ട് നാം നമ്മെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. രണ്ടാമതൊരു ചിന്ത പറയാം, നാം ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. മണവാട്ടി എന്ന് പറയുമ്പോൾ കന്യകയെ പോരാ കർത്താവിന്, നിർമ്മല കന്യകയെ വേണം. നിർമ്മലത്വം, വഴിപ്പെട്ടു പോകാത്ത, പണയപ്പെട്ടു പോകാത്ത, വീണുപോകാത്ത, താണുപോകാത്ത ഒരു ആത്യന്തികമായ വിശുദ്ധിയുടെ തട്ടകത്തിൽ ശോഭിക്കുന്ന കന്യകയെ, നിർമ്മല കന്യക വേണം. ലേവ്യ പുസ്തകം 21-ാം അധ്യായം സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണേ. ലേവ്യ മഹാപുരോഹിതന് ലേവീ കന്യകയാണ് വേണ്ടത്. ലേവീ കന്യകയെ കണ്ടോ, വിവാഹം കഴിച്ചൊഴിഞ്ഞവളെയല്ല വേണ്ടത്, ദുർനടപ്പുകാരിയല്ല വേണ്ടത്, വഴിപിഴച്ചവളെയല്ല വേണ്ടത്, നാട്ടിൽ സാക്ഷ്യമുള്ള കന്യകയെ വേണം. ലേവ്യ മഹാപുരോഹിതന് കന്യക വേണം. പക്ഷേ നമ്മളുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് മഹാപുരോഹിതനല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേറിട്ടവൻ, ആകാശത്തിൽ കൂടെ പുനരുത്ഥാനം ചെയ്ത് കടന്നുപോയവൻ. അതുകൊണ്ട് അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. സാധാ മഹാപുരോഹിതന് കന്യക മതിയെങ്കിൽ ശ്രേഷ്ഠ മഹാപുരോഹിതന് നിർമ്മല കന്യക വേണം. ആ നിർമ്മലത്വം സൂക്ഷിക്കാനാണ് നമ്മളോട് പറയുന്നത്. നീ നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ.
ഹല്ലേലൂയ. ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ സമയത്ത് അവസാനിപ്പിക്കട്ടെ. എന്നോട് കർത്താവിൻ്റെ ദാസൻ കാതിൽ പറഞ്ഞ സമയമെത്തി. ഒറ്റ ചിന്ത പറയാം. 33-ാം വാക്യം. ആ കാലം എപ്പോൾ എന്നറിയായികയാൽ. ഏത് കാലമെന്നറിയാമോ? പുനരാഗമനത്തിൻ കാലം. 37 മുതൽ 35, 36, 37 വാക്യങ്ങൾ വായിക്കുമ്പോൾ യജമാനൻ സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്നറിയായി ഊണ് നിങ്ങൾ എന്തോ ചെയ്യണം? ഉണർന്നിരിക്കണം. ഞാൻ പിന്നെയും പറയുന്നു, ഉണർന്നിരിക്കണം. ആ കാലം എപ്പോഴാണ് നമുക്കറിയില്ല. അതിൻ്റെ ക്ലൂ നമുക്ക് തന്നിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഉണർന്നിരിക്കണം. പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം സമാഗമിപ്പാനുള്ള യോഗ്യതകളെന്ന് പറയുന്ന ഒരു വിഷയം അങ്ങനെ ദീർഘമായി കിടപ്പുണ്ട്. അത് നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറയുന്നത് തന്നെ ഒരു ആവേശമാണ്. ഭൂമിയിൽ അടക്കം ചെയ്ത കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുമെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തെ പറയാതെ പറയുകയാണ് പൗലോസ്. സ്വർഗാരോഹണത്തെ പറയാതെ പറയുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. എന്തിനാണെന്നറിയാമോ? എവിടുന്നാണ് വരുന്നത്? സ്വർഗത്തിൽ നിന്ന്. എങ്ങനെ വരുന്നത്? സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. എന്തിനാ വരുന്നത്? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് എന്തോ ചെയ്യാൻ? അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്താനാ വരിക. അങ്ങനെ വരുന്ന കർത്താവിൻ്റെ ആ വരവിൻ്റെ സമയം പറയുന്ന ഒരൊറ്റ വാക്യമേ ഉള്ളൂ പുതിയ നിയമത്തിൽ. എപ്പോൾ വരുമെന്ന് കൃത്യമായി പറയുന്ന ഒരു സമയം പറഞ്ഞിരിക്കുന്നൊരു വാക്യം. കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. എന്തിനാ? അതിനൊരു 10 മിനിറ്റ് മുമ്പേ ഒരുങ്ങാനാണോ? സമയം നേരത്തെ ഒന്ന് അറിഞ്ഞാൽ അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങാമായിരുന്നു എന്നുള്ളതാണോ? അങ്ങനെ ഒരുങ്ങാൻ വേണ്ടിയുള്ളൊരു ക്ലൂ ഒന്നുമല്ലത്. കൃത്യമായൊരു വാക്യമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം. ഒന്ന് നോക്കിക്കേ. പുസ്തകവിതരം മുദ്രയിട്ട് വെച്ചിരുന്ന പലരും ഇപ്പോഴാണ് പൊട്ടിച്ചത്. അങ്ങനെ ഒരു വാക്യമുണ്ട്, കണ്ടിട്ട് തന്നെ എന്നാ. ഓക്കെ, വായിച്ചു. 1 തിമോത്തിയോസ് 6-16-ാം വാക്യം. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ, ബാക്കി പറ, തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അപ്പോൾ എപ്പോഴാണ് വരുന്നേ? എപ്പോഴാണ് വരുന്നേ? പുറകിൽ പറഞ്ഞേ, എപ്പോഴാണ് വരുന്നേ? തക്ക സമയത്ത്. ആ തക്ക സമയത്തിനകത്തൊരു അപകടമുണ്ട്. എന്തോന്നറിയാമോ? ഒരുപക്ഷേ ഡിസ്ട്രിക്ട് കൺവെൻഷൻ 2ാമത്തെ ദിവസം ഇതിൻ്റെ ചുമതലപ്പെട്ടവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുൻപായിരിക്കും ആ കാഹളനാഥം. എത്ര പേര് പ്രത്യാശിക്കുന്നു അങ്ങനെ? നാളത്തെ യോഗം തുടങ്ങുന്നതിന് മുമ്പായിരിക്കും. നവംബർ എന്ന് പറയുന്ന കലണ്ടറിൻ്റെ പേപ്പർ മറിച്ച് ഡിസംബർ എന്ന് തിരിച്ചിടാൻ പോകുന്നതിന് മുൻപായിരിക്കും ആ തക്ക സമയം. തമിഴ് ബൈബിൾ പറയുന്നു കുറിക്കപ്പെട്ട നേരം. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ഇൻ ഡ്യൂ ടൈം, ഇൻ റൈറ്റ് ടൈം. നമ്മൾ തക്ക സമയം എന്ന് പറയുന്ന പ്രയോഗമൊന്നുമല്ല എൻ്റെ അർത്ഥത്തിൻ്റെ ആഴം. സഭായം 10 മണിക്ക് തുടങ്ങും. 11:30 വരുന്ന പുള്ളിയും പറയുന്നത് തക്ക സമയത്ത് വരുവാൻ ഇടയായതിന് തക്കതിൻ മണ്ണെന്നും പറഞ്ഞാൽ സാക്ഷി പറയുന്നത്. നമ്മൾ പറയുന്ന തക്ക സമയമൊക്കെ അർത്ഥം തെറ്റിച്ചാൽ പറയുക. തക്ക സമയത്ത് സഭായോഗത്തിന് വരുന്ന പുള്ളി 10 മണിക്ക് മുമ്പേ എത്തണം, അതാ തക്ക സമയം. അല്ലാതെ 10 മണിക്ക് തുടങ്ങിയ സഭായോഗത്തിന് 11:45 വന്നിട്ട് തക്ക സമയം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. അപ്പം നമ്മൾ തക്ക സമയത്തെ വ്യാഖ്യാനിക്കുന്ന പോലെ അല്ല യേശുവിൻ്റെ വരവിൻ്റെ തക്ക സമയം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? തക്ക സമയത്ത് വെളിപ്പെടുന്നവൻ എപ്പോൾ വരുമെന്നറിയായ കൊണ്ട് നാം ഉണർന്നിരിക്കണം. അതാണ് ആ കാലം എപ്പോഴെന്നറിയായികയാൽ. കുഞ്ഞുങ്ങൾ മുൻപോട്ട് വരുന്നു. പുനരാഗമനത്തിന് പ്രതീക്ഷയുള്ളൊരു പാട്ടിൻ്റെ ചരണങ്ങൾ നാം ചേർന്ന് പാടുന്നു. കരങ്ങളടിച്ച് ആത്മാവിൽ ആരാധിച്ച് നമ്മൾ ഒരുമിച്ച് പിരിയുന്നു. അടുത്ത ദിനങ്ങളിൽ വരുന്ന അഭിഷക്ത ദൈവദാസന്മാരുടെ സന്ദേശങ്ങൾ ഒഴിവാക്കരുത്. ശ്രേഷ്ഠകരമായി ദൈവം ഉപയോഗിക്കുന്ന ബഹുമാന്യരാണ് അടുത്ത ദിനങ്ങളിൽ വേദി അലങ്കരിക്കാൻ പോകുന്നത്. പക്ഷെ ഓർത്തുകൊള്ളണം ഒരു കാര്യം, ആ കാലം എപ്പോഴെന്നറിയായിക്കൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? ഉണർന്നിരിക്കണം. ആരും നമ്മളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. നാം നമ്മളെ തന്നെ സൂക്ഷിച്ചോണം. ഈ ശരീരത്തിന് ദോഷം വരരുത്. മുട്ടുന്നതിൽ, തട്ടുന്നതിൽ, ഉരുമുന്നതിൽ, ഒരയുന്നതിൽ, കഴിക്കുന്നതിൽ, കുടിക്കുന്നതിൽ, കൊടുത്തതിൽ, വാങ്ങിയതിൽ, പോയതിൽ, വന്നതിൽ, കിടന്നുറങ്ങിയതിൽ, മനസ്സിലായോ? എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു പോയതിലൊന്നും ഈ ശരീരത്തിന് ഉലച്ചിൽ സംഭവിക്കരുത്, ദോഷം സംഭവിക്കരുത്. ഈ ജഡത്തിൽ വസിക്കുമ്പോൾ ജഡപ്രകാരം അല്ലാതെ ജീവിച്ചോണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകപ്രകാരം അല്ലാതെ ജീവിച്ചോണം. കാരണം എന്താണെന്നറിയാമോ? ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ട് തെറ്റിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം. ഈ ചിന്തകൾ നിരുപാധികം ഏറ്റെടുത്തവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് വേഗം ചാടി എഴുന്നേറ്റ്